വേണ്ടി ദാഹത്തോടെ അല്പസമയം കൂടി പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് എല്ലാ മക്കളും ആയിരിക്കുന്ന സ്ഥലത്ത് സമാധാനത്തോടെ ഇരുന്ന് ഹൃദയം കൊണ്ട് ഇപ്രകാരം ആഗ്രഹിക്കുക. വാഗ്ദാനം എങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും കരുത്ത് പകരുകയും ചെയ്യുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ കർത്താവെ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ജ്വലിപ്പിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ പറഞ്ഞു, സഹായകൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ആത്മാർത്ഥമായ അനുതാപം പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ദാനവുമാണ്. ഹൃദയത്തിൽ പാപക്കറകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ സമയത്ത് ആഗ്രഹിക്കാം ദേശം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടാനും കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാനും ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി അനുഭവിക്കാൻ ഇടയാകത്തക്ക വിധം അവിടുത്തെ മഹത്വം ഇറങ്ങി വരാനും നമുക്ക് പരിശുദ്ധി ആവശ്യമാണ്. വചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ആത്മാവിലെ, ശരീരത്തിലെ, മനസ്സിലെ പാപക്കറകൾ കഴുകിക്കളയുമ്പോഴാണ്, യേശുവിൻ്റെ രക്തത്താൽ കഴുകുമ്പോഴാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവ്, സഹായകനായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ ദാനവും വലിയ കൃപയും ഞങ്ങളുടെ മേൽ വന്ന് വർഷിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന, 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 നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ഈ സന്ധിയിൽ ഞങ്ങൾ യാചിക്കുന്നു. സ്വർഗം മുഴുവൻ്റെയും പ്രാർത്ഥന യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എപ്പോഴും നീക്കും. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാവോ? ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് ഇത്തിരി മഹത്വം ആരാധനയും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ കൺവെൻഷൻ്റെ ഈ മൂന്നാമത്തെ സന്ധ്യയിലേക്ക് ആരോഗ്യത്തോടെ കൂട്ടിക്കൊണ്ടുവരികയാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായി അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒരു ആത്മാവ്, ഒരു അഭിഷേകം നമ്മുടെ മേലും ഈ ദേശത്തിൻ്റെ മേലും വർഷിക്കപ്പെടാൻ ദൈവത്തിൻ്റെ വചനത്തിനായി കാതുറക്കുകയാണ്. ദൈവം തന്നാൽ മാത്രമേ അനുതാപം ഉണ്ടാവുകയുള്ളൂ. ദൈവം തരാതെ ആർക്കും അനുതാപം ഉണ്ടാവില്ല. നമ്മൾ വഴക്ക് പറഞ്ഞാലോ ശാസിച്ചാലോ ഭയപ്പെടുത്തിയാലോ ഒന്നും ആർക്കും അനുതാപം ഉണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. വചനമാണ് ആത്മാവിൽ അനുതാപം തരുന്നത്. പണ്ട് ഈ കപ്പൂച്ചിൻ മിഷൻ ധ്യാനത്തിനും അതുപോലെ ആരംഭകാലങ്ങളിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അച്ഛന്മാർ ധ്യാനത്തിന് ആദ്യത്തെ ദിവസം, ഇപ്പോൾ കൺവെൻഷൻ ആദ്യത്തെ ദിവസം സ്റ്റേജിലേക്ക് വരുന്നത് ഒരു തലയോട്ടിയും കൊണ്ടാണ്. ഓർക്കുന്നുണ്ടോ എല്ലാവരും? അങ്ങനെ ആ ധ്യാനങ്ങൾ കൂടിയിട്ടുള്ള ഒരു തലയോട്ടിയും കൊണ്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത കൺവെൻഷൻ അങ്ങനെ പോകണം, ഒരു തലയോട്ടിയും കൊണ്ട്. ഇങ്ങനെ തലയോട്ടിയൊക്കെ തൂക്കി ഇങ്ങനെ അച്ഛൻ സ്റ്റേജിലേക്ക് വരും. എന്നിട്ട് ഈ തലയോട്ടി കാണിച്ചിട്ട് അച്ഛൻ പറയും, കാണുക, കാണുവിൻ, ഈ ലോകത്തിലെ എല്ലാ മ്ലേച്ഛതകളും കണ്ട കണ്ണുകൾ കാണുവിൻ. അവ രണ്ട് കുഴി, മൂക്ക്, വായ്, ഇതെല്ലാം കാണിച്ചിട്ട് അപ്പം ജനം എന്തു ചെയ്യും? ജനം കിടുങ്ങും. ജനം കിടുങ്ങിയിട്ട് കുമ്പസാരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പം അതിനേക്കാൾ വലിയ ഹൊറർ മൂവികൾ കണ്ട് കിടുങ്ങാതിരിക്കുന്ന ആളുകളോടാണ് തലയോട്ടിയും കൊണ്ടൊന്നും വന്നിട്ട് കാര്യമില്ല. പറഞ്ഞ ഹല്ലേലൂയ. രാത്രി 1 മണിക്കിരുന്ന് കൊൺജോറിങ് കാണുന്ന ആളുകളോടാണ് നമ്മൾ തലയോട്ടിയും കൊണ്ട് വരാൻ പോണത്. കൊണ്ട് സിസ്റ്റർ അതൊന്നും നടക്കാൻ പോണില്ല കേട്ടോ. അതുകൊണ്ട് അനുതാപം ഉണ്ടാവണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആത്മാവിൽ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാലേ അനുതാപം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തെ ആശ്രയിച്ച് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വചനത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ,
വാക്ക് വരണമെങ്കിൽ എന്ത് വരണം? എന്തോ ഞാൻ പറഞ്ഞായിരുന്നു, എന്തോ കാറ്റ് വരണം. വാക്ക് വരണമെങ്കിൽ കാറ്റ് വരണം. അതായത് ഈ ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ കാറ്റും കണക്റ്റഡാണ്. ഒരു വചനം വായിക്കാം. യെശയ്യാ പ്രവചനത്തിൽ 34 അധ്യായം 16 വാക്യം. യെശയ്യാ 34:16 വായിക്കാം. യെശയ്യാ 34:16 വായിക്കാം. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ ഐസയാ 34:16 എല്ലാവരും ഒന്ന് എടുത്തേ. യെശയ്യാ 34:16 വായിക്കാം. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. അപ്പം അങ്ങനെയാണ് വായിക്കേണ്ടത്. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. അതിങ്ങനെ ബൈബിൾ എടുത്തിട്ട് പരിശോധിക്കണം. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. അടുത്ത വാക്യം, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കിയേ, നമ്മുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനുമുള്ള ഉത്തരം ഈ 36,000-ഓളം വരുന്ന വാക്യങ്ങൾക്കകത്ത് കിടപ്പുണ്ട്. മനുഷ്യൻ്റെ സകല പ്രശ്നത്തിനുമുള്ള പരിഹാരം തിരുവെഴുത്തുകൾക്കകത്തുണ്ട്. ഈശോ പറയുന്നത്, തിരുവെഴുത്തുകളിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അതങ്ങനെയാണ് താനും. ഈശോ ബൈബിളിനെ വിളിച്ച വാക്ക് ഏതാണ്? തിരുവെഴുത്തെന്നാണ്, വിശുദ്ധ ലിഖിതങ്ങൾ എന്നാണ്. യേശു വിളിച്ച വാക്കാണ്. ബൈബിളിനെ യേശു വിളിച്ച വാക്ക് തിരുവെഴുത്തുകൾ, വിശുദ്ധ ലിഖിതങ്ങൾ, ഹോളി സ്ക്രിപ്ചർ എന്നാണ്. ഹോളി സ്ക്രിപ്ചർ. അപ്പോൾ യേശു അത്രമാത്രം അതിനകത്ത് ദൈവത്തിൻ്റെ ജീവനുണ്ടെന്ന് യേശുവാണ് പറഞ്ഞത്. മാത്രമല്ല യോഹന്നാൻ 6:63 പറയും, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വചനത്തിനകത്തും പരിശുദ്ധാത്മാവും വരും, ജീവനുമുണ്ട്. പരിശുദ്ധാത്മാവും ഉണ്ട്, ജീവനുമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഓരോ വചനത്തിനകത്തും പരിശുദ്ധാത്മ. എനിക്ക് നിങ്ങൾ എത്ര പേർക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈശോയുടെ നാമത്തിൽ ഉറപ്പിച്ച്. അതായത് കഴിഞ്ഞ 19 വർഷത്തിനിടയിൽ ഈ വചനവേദിയിൽ നിന്ന് ഞാൻ ഇന്ന് വരെയും ഒരു നുണ പറഞ്ഞിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. അതെനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഇനി എൻ്റെ ഓർമ്മക്കേട് കൊണ്ട്, ഓർമ്മപ്പിശക് കൊണ്ട് ചില നമ്പറുകളോ അക്കങ്ങളോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയോ തെറ്റുകയോ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പോൾ ഒരു സംഭവം വിവരിക്കുമ്പോൾ ചിലപ്പോൾ എറണാകുളം എന്നുള്ളത് കാസർഗോഡായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളതല്ലാതെ ഒരിക്കലും ഒരു ഇല്ലാത്ത കാര്യം, സംഭവിക്കാത്തൊരു കാര്യം, നടക്കാത്തൊരു. ഇനി മാത്രമല്ല, കർത്താവിന് ഇച്ചിരി മഹത്വം കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അതിനെ അതിശയോക്തി കലർത്തി അവതരിപ്പിക്കാറുമില്ല. പറഞ്ഞേ നടന്നത് അതുപോലെ പറയൂ. പറഞ്ഞേ 1000 പേര് സുഖപ്പെട്ടാൽ 1,00,000 പേര് സുഖപ്പെട്ടെന്ന് പറയത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. തലവേദന മാറിയ, തളർവാദ രോഗം മാറിയെന്ന് പറയത്തില്ല. അത് നമ്മൾ ഈ വചനത്തോടും ഈ ശുശ്രൂഷയോടും പുലർത്തുന്ന ഒരു വിശ്വസ്തതയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അത് ഞാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, അത് പറയാൻ കാരണം അതുകൊണ്ട് നടന്നതേ പറയൂ, ഇല്ലാത്തൊന്നും പറയില്ല. എന്നാൽ കർത്താവിന് കോഴിക്കോട് ഇച്ചിരി മഹത്തായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കുറച്ച് കയ്യെന്നിട്ട് ഒരിക്കലും പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ നിൻ്റെ നാവിൽ നിന്ന് ഞാൻ വചനം എടുത്ത് കളയുമെന്നൊരു വചനമുണ്ട് ബൈബിളിൽ. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നാവിൽ ഇപ്പോൾ ദൈവം തരുന്ന വചനം നഷ്ടപ്പെട്ടു പോകും നുണ പറഞ്ഞാൽ. മാത്രമല്ല 101 സങ്കീർത്തനത്തിൽ എടുക്കണ്ട അന്ന് തോന്നുന്നു, അവിടെ പറയുന്നുണ്ട്, നുണ പറയുന്നവൻ എൻ്റെ സന്നിധിയിൽ വസിക്കില്ല. നുണ പറയുന്നവൻ എൻ്റെ സന്നിധിയിൽ വസിക്കത്തില്ല. അധികം നാൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തുടരാൻ പറ്റത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ദൈവ ശുശ്രൂഷകരുണ്ടെങ്കിൽ ദൈവത്തിന് ഇത്തിരി മഹത്തായിക്കോട്ടെ എന്ന് ഓർത്ത് നുണ പറയരുത്. നുണ ഇല്ലാത്ത ഏച്ചുകെട്ടലിനൊന്നും അതിശയോക്തി കലർത്തി ഭയങ്കര സംഭവമാക്കിയൊന്നും പറയരുത്. ഉള്ളതേ പറയാം. ഞാൻ പറയാൻ വരുന്നത്, എനിക്ക് മുൻകാലങ്ങളിൽ, പണ്ട് കാലങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, ഈ മാനസിക രോഗികളെ ധ്യാനത്തിന് പ്രവേശിപ്പിക്കണ്ട. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മാനസിക രോഗമുള്ളവരെ ധ്യാനത്തിന് കയറ്റണ്ട. എന്നാൽ പിന്നീട് എൻ്റെ ജീവിതാനുഭവങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നൊരു സത്യം, അനേക മാനസിക രോഗികൾ സൈക്കാട്രിക് മരുന്നുകൾ വലിച്ചെറിഞ്ഞ് പരിപൂർണ സൗഖ്യം പ്രാപിച്ച് ചെങ്ങലയിൽ പൂട്ടിയിട്ടിരുന്നവരുൾപ്പെടെ പുറത്തു വന്ന ഒരുപാട് സംഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാനുണ്ട്. ഈശോ പ്രവർത്തിച്ച മാനസിക രോഗം, കടുത്ത മാനസിക രോഗത്തിൽ നിന്ന്, അതായത് ചെങ്ങലയിട്ട് പൂട്ടിയിട്ടിരുന്ന ആളുകൾ വരെ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രരായി സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും വന്നതിൻ്റെ നിരവധി അനുഭവങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ എനിക്ക് ഓർത്തെടുക്കാനുണ്ട്. എന്താ സംഭവിക്കുന്നറിയാമോ? അതായത് ഈ വചനത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഇത് വിശുദ്ധ ലിഖിതങ്ങളാണ്.
അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ. ഞാൻ ഈ തിരുവനന്തപുരത്തെ പട്ടം കത്തീഡ്രലിൻ്റെ മുമ്പിൽ ഒരു ദിവസം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ എനിക്ക് എല്ലാ മാസവും 2-ാം വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ശുശ്രൂഷയുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് മുറ്റത്ത് നിൽക്കും. മുറ്റത്ത് നിൽക്കുന്നതിൻ്റെ കാരണം ഈ വരുന്നവരാരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവരെ പ്രാർത്ഥിച്ച് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറ്റത്ത് അവിടെ ആരംഭത്തിൽ പോയി മുറ്റത്ത് നിൽക്കും. ഇനി വല്ലവരും തിരുവനന്തപുരത്ത് വരുന്ന 2-ാം വെള്ളിയാഴ്ച വന്നാൽ പള്ളിയുടെ മുറ്റത്ത് തന്നെ കാണാം. അതായത് അവിടെ മുറ്റത്ത് പോയി നിൽക്കും. അപ്പോൾ അവരിങ്ങനെ വരും, ആരെങ്കിലുമൊക്കെ വരും, പ്രാർത്ഥിക്കും. കുറച്ച് പേരൊക്കെ വരത്തുള്ളൂ, കുറച്ച് പേരൊക്കെ വരും, പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് കയറുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ളൊരു സഹോദരി ഒരു മകളെയും കൊണ്ട് വന്നു. മകളെന്ന് പറഞ്ഞാൽ വേറൊരു സ്ത്രീയും കൊണ്ട്, അവളുടെ കൂട്ടുകാരിയും കൊണ്ട് വന്നു. അപ്പോൾ വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് മുഖം കഴുകുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ, കുളിക്കുന്നൊക്കെ ഉണ്ടാവും, നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്ന വിധത്തിൽ ഒരു വല്ലാത്ത ഒരു ദുഃഖത്തിൽ ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ എന്താ വിഷമമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ കുടുംബജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായി. സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരുന്നു, കുടുംബജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായി. അപ്പോൾ എന്നെ എൻ്റെ ജീവിത പങ്കാളി വഞ്ചിച്ചു എന്നാണ് എൻ്റെ തോന്നൽ. അതെന്നെ അഗാധമായി മുറിവേൽപ്പിച്ചു. എനിക്ക് താങ്ങാൻ പറ്റാത്ത വേദനയായി. ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്ന ഒരവസ്ഥ. ചില്ലുകൂടാരം പോലെ ജീവിതം തകർന്നടിയുന്നു. വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ജീവിതം ഊർന്നു പോകുന്നു. പ്രതീക്ഷകളുടെ എല്ലാ വാതിലുകളും അടയപ്പെട്ട് ഒടുവിൽ സൈക്കാട്രിക് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയായി. അപ്പോൾ ഈ കൊണ്ടുവന്ന സഹോദരി പറഞ്ഞത്, ഇവൾക്ക് മരിക്കണമെന്നൊരു ചിന്തയുള്ളൂ. ഇപ്പം ആത്മഹത്യ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. സൈക്കാട്രിക് മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ നേരമില്ലല്ലോ, പെട്ടെന്നൊന്ന് പ്രാർത്ഥിക്കാൻ സമയമുള്ളല്ലോ, സംസാരിക്കാൻ നേരമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ ഫ്രീ ആണെങ്കിൽ നിനക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അവധി കിട്ടുമെങ്കിൽ ഒരാഴ്ച ഒരു ധ്യാനമുണ്ട്, അതിന് വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വരുന്നു, എനിക്ക് ഒരാഴ്ച വീട്ടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആ ധ്യാനത്തിന് വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ധ്യാനത്തിന് വന്നതാണ്. ആ സഹോദരി എഴുതി തന്ന ദീർഘമായ ഒരു പേപ്പർ, ഒരു വലിയ പേപ്പർ, ദീർഘമായൊരു കത്ത് എൻ്റെ കയ്യിലുണ്ട്. ആ ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ അവൾ ഇങ്ങനെ എഴുതിയിരുന്നു, മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതായി ധ്യാനത്തിൻ്റെ 2-ാം ദിവസം മുതൽ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഈ മകൾ പറയുകയാണ്. അടുത്തതായിട്ട് അവൾ പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ ചുറ്റുമുള്ളവർ മാറിയോ എന്നെനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം മുതൽ എൻ്റെ സൈക്കാട്രിക് മരുന്നുകൾ മൗണ്ട് കാർമലിൻ്റെ ട്രാഷ് ബിന്നിൽ ഞാൻ കൊണ്ടുപോയി ഇട്ടു. ഞാൻ പിന്നീട് മരുന്ന് കഴിക്കുന്നില്ല. എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഓർമ്മകളൊക്കെ അവൾ പറയുകയാണ്, എനിക്ക് മറവി രോഗം വന്നു എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്നെ ദുഃഖിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായ ഓർമ്മകളൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. പിന്നീട് ആ ഒത്തിരി തവണ ഒരുപാട് തവണ ധ്യാനകേന്ദ്രത്തിൽ പല ശുശ്രൂഷകളും നടക്കുമ്പോൾ സഹായത്തിനൊക്കെ ആയിട്ട് വന്ന് അവിടെ ഇരിക്കുന്ന മകളെ ഞാൻ പിന്നീട് കണ്ടിട്ടുണ്ട്. പരിപൂർണമായ സൗഖ്യം ഈ മാനസിക വ്യാധിയിൽ നിന്ന് ദൈവം കൊടുത്ത ഒരനുഭവം വളരെ അടുത്ത് സംഭവിച്ചതുകൊണ്ട് ഓർമ്മയിൽ നിന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിനകത്തുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ദൈവവചനം, നമ്മൾ ദൈവവചനത്തിനകത്ത് നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുടുംബത്തിലെ പ്രയാസം മാറാൻ എന്താ വഴി? വചനത്തിനകത്തൊരു വഴി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ, ഞാൻ പോട്ടെ, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ ഞാൻ പറഞ്ഞാണ്, അത് നിങ്ങൾ ബൈബിൾ കൊണ്ടുവരാത്തതുകൊണ്ടല്ലേ, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. എത്രയാണ്? യെശയ്യാ 34:16. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല. എന്താണ് കാരണം? ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അടുത്ത വാക്യം, എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. കണ്ടോ, വചനം അങ്ങനെയാണ്. കർത്താവിൻ്റെ ആത്മാവ് കൽപ്പിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് ഒരുമിച്ച് കൂട്ടി. കണ്ടോ, വാക്കും കാറ്റും, റൂഹായും വചനവും. കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിച്ചു, ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടി. അതുകൊണ്ട് ഈ വചനത്തിനകത്ത്, ലോകത്തെ മറ്റേത് പുസ്തകത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും ജീവനും പരിശുദ്ധാത്മാവും വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ആളുകൾ ചോദിക്കും, പരിശുദ്ധാത്മാവ് നിറയാൻ എന്താ എളുപ്പവഴി? എൻ്റെ അനുഭവവും അഭിപ്രായവും, നിങ്ങൾ നിരന്തരമായി വചനം വായിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നിറയാനുള്ള എളുപ്പവഴി.
വചനമുള്ളവരിൽ ആത്മാവ് ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അതായത് നമ്മൾ തിമോത്തിക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ലേഖനത്തിൽ അദ്ദേഹം വളരെ മർമ്മപ്രധാനമായ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. 2 തിമോത്തി 3-ാം അധ്യായം 15-16 തിരുവചനം. 2 തിമോത്തി 3:15 and 16. 2 തിമോത്തി 3-ാം അധ്യായം 15-16 തിരുവചനം വായിക്കാമോ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നിന്നെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ ബാല്യം മുതലേ നീ പഠിച്ചെറിഞ്ഞിട്ടുള്ളതാണല്ലോ. അതായത് ഈ ബൈബിളിനെ വളരെ ഗൗരവമായിട്ട് എടുക്കണം. വളരെ ഗൗരവമായിട്ടെന്ന് ഞാൻ പറഞ്ഞാൽ, പറ്റുമെങ്കിൽ, ഞാൻ ചെറുപ്പക്കാരോടൊക്കെ പറയാറുണ്ട്, വീണ്ടും പറയുന്നു, പറ്റുമെങ്കിൽ പോകുന്നിടത്തെല്ലാം ഒരു പോക്കറ്റ് ബൈബിളെങ്കിലും കൊണ്ട് നടക്കണം. മൊബൈലിൽ ബൈബിൾ ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കരുത്. മൊബൈൽ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അതിനകത്തുള്ള ബൈബിള് അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു അത്യാവശ്യത്തിന്, ഒരു എമർജൻസിക്ക് ഉപയോഗിക്കാന്നുള്ളതല്ലാതെ നിങ്ങൾ വായിക്കുന്നത് ഒരിക്കലും മൊബൈലിൽ നിന്ന് വായിക്കരുത്. നിങ്ങളുടെ ഹാർഡ് കോപ്പി, ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ അത് വലിയ, നമുക്ക് ഈ POC ബൈബിളിൻ്റെ ഒരു പരാധീനത, അതിൻ്റെ വണ്ണം ഇച്ചിരി കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തുകൊണ്ട് പോകാൻ പ്രയാസം ഉണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കും നിങ്ങൾ, അതായത് സങ്കടമാണ്. എല്ലാ പറഞ്ഞാൽ കുറ്റമാവും, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്താണെന്നറിയാം, ലോകത്തുള്ള എല്ലാ ഭാഷകളിലും പല ടൈപ്പ് ബൈബിളുണ്ട്, മലയാളത്തിൽ ഒഴിച്ച്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായ? മലയാളത്തിൽ കത്തോലിക്ക സഭയിൽ ഒഴിച്ച് ബാക്കി മറ്റു സഭകൾ അവർക്ക് പല, അതായത് ഓരോരുത്തർക്കും, ഇപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ ചെറിയ ബൈബിള്, അങ്ങനെ പല ടൈപ്പിലുള്ള ബൈബിളുണ്ട്. ഒരു ഇംഗ്ലീഷ് ബൈബിള് നിങ്ങൾ പല ടൈപ്പിലാണ് ബൈബിള്. നമുക്കൊരു ടൈപ്പേ ഉള്ളൂ, അതാണ് എഴുതാൻ പൊങ്ങത്തുമില്ല, മനുഷ്യന് കൈവയ്യാത്തവന് എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പോൾ അതുകൊണ്ട് ഇത് ആളുകൾ മടിക്കും കൊണ്ട് നടക്കാൻ. മനസ്സിലായില്ലേ? അപ്പോൾ വലുതാണ് ഇത്. പിന്നെ ഞാൻ അതിൻ്റെ പുറമൊക്കെ ഇളക്കി കളഞ്ഞ് വേറെ ബൈൻഡൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ചെറുതായിട്ടെങ്കിലും തോന്നുന്നത്. അപ്പോൾ ഇത് കൊണ്ട് നടക്കാൻ മടിക്കും. പിന്നെ വലിയ അക്ഷരങ്ങളോടായ ഒന്നും പറയാൻ വേണ്ട. അപ്പോൾ അതുകൊണ്ട് യൂത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ചെറിയ പോക്കറ്റ് ബൈബിൾ, ന്യൂ ടെസ്റ്റമെൻ്റെങ്കിലും വാങ്ങിച്ച് കയ്യിൽ വെക്കണം. പുതിയ നിയമമെങ്കിലും അത് ചെറുത് കിട്ടും. അത് POCയുടെ ചെറിയ ഒരെണ്ണമുണ്ട്, ചെറിയൊരു ബൈബിൾ. അതെടുത്ത് അത് കൊണ്ടുപോകണം. അത് യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റും. ബാഗിനകത്ത്, നിങ്ങളുടെ ഈ ലേഡീസിൻ്റെ ഹാൻഡ് ബാഗിനകത്തൊക്കെ അത് ഇരിക്കും. പിന്നെ ചേട്ടന്മാർക്ക് പോക്കറ്റിലും ഇടാതെ, അത്രയും വലിപ്പമേ ഉള്ളൂ. അപ്പോൾ അത് കൊണ്ട് നടക്കണം. അത് കൊണ്ട് നടന്നാൽ കർത്താവിൻ്റെ വചനം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഒരാപത്ത് വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ പെട്ടെന്ന് വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവത്തോട് അഭിപ്രായം ചോദിച്ചാൽ ദൈവം സംസാരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, നിങ്ങൾ ദൈവവചനം കൊണ്ട് നടക്കണം. അപ്പോൾ ഇവിടെ തിമോത്തിയോട് അപ്പോസ്തലൻ പറയുകയാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ ബാല്യം മുതലേ നീ അഭ്യസിച്ചിട്ടുള്ളതാണല്ലോ, പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. അടുത്ത വാക്യം, വിശുദ്ധ ലിഖിതമെല്ലാം, അതൊന്ന് ഉറക്കെ വായിക്കാമോ? വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. ഇൻസ്പയർഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ഇൻസ്പയർ ചെയ്യപ്പെട്ടതാണ്. പക്ഷെ അതല്ല അതിൻ്റെ കറക്റ്റ് വാക്ക്. കറക്റ്റ് വാക്കെന്ന് പറയുന്നത് ദൈവനിവേശിതം എന്ന് പറയുന്നത്, അത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ദൈവനിശ്വാസിതം എന്നാണ്. ദൈവനിശ്വാസിതം. ഞാൻ പറയാൻ പോകുന്നൊരു വാക്കില്ല, പക്ഷേ ആ വാക്ക് ഞാൻ ഉണ്ടാക്കി പറയുകയാണ്. ഗോഡ് ബ്രത്ത്ഡ്, ഗോഡ് ബ്രത്ത്ഡ്, ബ്രത്ത്, ഗോഡ് ബ്രത്ത്ഡ്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം നിശ്വസിച്ചത്. ദൈവനിശ്വാസിതം എന്നാണ് ദൈവനിവേശിതം എന്നതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. ദൈവനിശ്വാസിതം, ദൈവനിശ്വാസിതം. അപ്പോൾ ബൈബിൾ പറയുകയാണ്, ഈ വാക്ക് ശ്രദ്ധിക്കുക, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് എന്ന് പറഞ്ഞാൽ ദൈവനിശ്വാസിതമാണ്, നിശ്വാസിതമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന്, ഇപ്പോൾ ഞാൻ ഒരാളോട് വളരെ അടുത്ത് നിന്ന് സംസാരിച്ചാൽ, ഇപ്പോൾ ഒരു മദ്യപാനി എൻ്റെ അടുത്ത് വന്ന് നിന്ന് സംസാരിച്ചാൽ, മദ്യപാനി അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ നിശ്വാസം, അയാളുടെ വായിൽ നിന്ന് വരുന്ന കാറ്റ്, അയാളുടെ മൂക്കിൽ നിന്ന് വരുന്ന കാറ്റ് എൻ്റെ മുഖത്തേക്ക് അടിക്കുമ്പോൾ ഞാൻ ചോദിക്കും, നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. കുടിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലായത്? പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന ഊതുന്ന സാധനം ഉണ്ടായിട്ടാണോ? അല്ല, അവൻ്റെ നിശ്വാസത്തിൽ നിന്ന് അത് മനസ്സിലായി. ആ നിശ്വാസം മുഖത്തടിച്ചപ്പോൾ മനസ്സിലായി. ഇപ്പം ഓടി വളരെ പേടിച്ച്, കുഞ്ഞ് പേടിച്ചു പോയി. അങ്ങനെ പേടിച്ചിട്ട് കുഞ്ഞ് ഓടി വന്നപ്പോൾ അമ്മ ഇങ്ങനെ കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെച്ച് കഴിയുമ്പോൾ കുഞ്ഞിങ്ങനെ
ഇങ്ങനെ പാൻറ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് കുഞ്ഞിൻ്റെ നിശ്വാസം മുഖത്തേക്കടി, നിശ്വാസം. ഇതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഇമേജറി, അതായത് ദൈവത്തിൻ്റെ നിശ്വാസം. അപ്പോൾ ബൈബിള് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മളിങ്ങനെ വചനം വായിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ നിശ്വാസം നമ്മുടെ മുഖത്തേക്കടിക്കും. അതാണ് ദൈവവചനമെല്ലാം ദൈവനിശ്വാസിതമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ബ്രത്ത്, ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ റൂഹ ഈ ബൈബിളിനകത്തുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പുസ്തകത്തിന് ജീവനുണ്ടോ, ഇതിന് ജീവനുണ്ടോ എന്ന്. കാരണം അതുപോലെയാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വചനത്തിനകത്ത് ദൈവത്തിൻ്റെ ജീവൻ കിടപ്പുണ്ട്, ദൈവത്തിൻ്റെ ശ്വാസം കിടപ്പുണ്ട്. അപ്പോൾ ആര് വായിച്ചാലും അവരുടെ മുഖത്തേക്ക് ദൈവത്തിൻ്റെ ശ്വാസം അടിക്കും, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കും. പരിശുദ്ധാത്മാവ് നിറയാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ബൈബിൾ വായിക്കുക എന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് ആമുഖമായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ഒരു വലിയ സംരംഭത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം ഒത്തിരി. 1 കൊല്ലം എടുക്കും അത് തീരാൻ. അതായത് ഈ ബൈബിള് മുഴുവൻ വായിച്ച് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ വ്യാഖ്യാനവും പറഞ്ഞ് ഒരു സാധനം തയ്യാറാക്കാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഈ വായിക്കാൻ പറ്റാത്ത അമ്മച്ചിമാർക്ക് ഉപകാരപ്പെടാനാണ്, അവർക്ക് കേൾക്കാനാണത്. കേൾക്കാൻ പോകുന്നിടത്തെല്ലാം ഇത് കേൾക്കാൻ പറ്റും, വചനം കേൾക്കാൻ പറ്റും. അപ്പോൾ വചനം അങ്ങനെ, അപ്പോൾ അതൊരു വലിയ അധ്വാനമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. പറയണ്ടെന്ന് ഓർത്താണ്, പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവവചനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും എല്ലാം കർത്താവിൻ്റെ ശക്തി നിറയും. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ചെന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞേ, പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇനി ശ്രദ്ധിച്ചേ. അപ്പൊ ഇനി നമ്മൾ ഇന്നലെ ചിന്തിച്ചു വന്ന കാര്യങ്ങളിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. അപ്പോൾ അതിന് നമുക്ക് 2-3 വചനങ്ങൾ പെട്ടെന്ന് വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം എടുക്കുക. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 7-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. 2 Corinthians chapter 7 verse 1. 2 Corinthians 7-ാം അധ്യായം 1-ാം തിരുവചനം ഉറക്കെ വായിക്കുക. പ്രിയപ്പെട്ടവരെ, ഉറക്കെ വായിക്കാമോ? ഒരു 5-6 പേര് നിങ്ങൾ വായിക്കുന്നത് അടുത്തിരിക്കുന്നവർ കേൾക്കണം. ബൈബിൾ കൊണ്ടുവരാത്തവർക്ക് അത് സഹായമായിരിക്കും. വായിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ബൈബിൾ വായിക്കുമ്പോൾ, മറ്റ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൽ ഇങ്ങനെ വായിക്കാം. പക്ഷെ എപ്പോഴും ദൈവത്തിൻ്റെ സ്വരമായതുകൊണ്ട് അത് ഉച്ചസ്ഥായിയിൽ വായിക്കണം, ഉയർന്ന സ്വരത്തിൽ വായിക്കണം. ഞാൻ ഉദാഹരണത്തിന് ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കാം, അതിങ്ങനെ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ അങ്ങനെ വായിക്കണം. മനസ്സിലായോ? നല്ല സ്വരം എടുത്ത് വായിക്കണം. അത് നല്ലതാണ്. വായിക്കാം. വായിച്ചേ. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുകയാണ്, പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ, സ്വർഗീയമായ എല്ലാ വാഗ്ദാനങ്ങളും, യേശുക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷ, യേശു തന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ, പാപം മോചിക്കപ്പെടാനുള്ള സൗഭാഗ്യങ്ങൾ, കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കാനുള്ള അനുഗ്രഹം, മാമോദീസായിലൂടെ ലഭിച്ച ത്രിയേക ദൈവത്തിൻ്റെ ജീവൻ, ഈ വാഗ്ദാനങ്ങളെല്ലാം നമ്മുടെ ചുറ്റിനും ദൈവം വർഷിച്ചിരിക്കുന്നതിനാൽ നമ്മുടെ ജോലി എന്താണ്? നമ്മുടെ ജോലി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് വിശുദ്ധി പരിപൂർണമാകണമെങ്കിൽ അപ്പോസ്തലൻ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്, ദൈവഭയം. ദൈവഭയം. എന്താണ് ദൈവഭയം? എന്താണ് ദൈവത്തെ പേടി? അല്ല. എന്താണ് ദൈവഭയം?
അതായത് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടിൽ നിന്ന് ദൈവത്തോട് തോന്നുന്ന മനോഭാവത്തിൻ്റെ പേരാണ് ദൈവഭയം. ശ്രദ്ധിക്കുക, ദൈവത്തെക്കുറിച്ച് ശരിയായിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ അറിഞ്ഞു കഴിഞ്ഞ മനുഷ്യന് ദൈവത്തോട് തോന്നുന്ന മനോഭാവത്തിൻ്റെ പേരാണ് ദൈവഭയം. ദൈവഭയം, ഈ ഭയം ഒരു മോശപ്പെട്ട വികാരമാണെങ്കിലും ദൈവഭയം ഒരു പുണ്യമാണ്. ദൈവഭയം മനസ്സിലാവുന്നുണ്ടോ? ദൈവഭയം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മൾ ഏതറ്റം വരെയും പോകും. ദൈവഭയമില്ലെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയാം. ബൈബിളിൽ ഈ ദൈവഭയം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് വരുന്നത് അബ്രഹാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിലാണ്. അബ്രഹാം അബിമലേക്ക് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ നാട്ടിൽ എത്തുമ്പോൾ, അബിമലേക്കിൻ്റെ നാട്ടിലെത്തുന്ന സമയത്ത് അബ്രഹാമിന് ഒരു ഭയമുണ്ടായി. ആ ഭയം ഇതാണ്: ഈ അബിമലേക്ക് തൻ്റെ സുന്ദരിയായ ഭാര്യ സാറായെ അപഹരിച്ച് തന്നെ കൊന്നുകളയുമോ എന്ന് അബ്രഹാം ഭയപ്പെട്ടു. അതുകൊണ്ട് ഈ സാറ അബ്രഹാമിൻ്റെ ഒരു ഹാഫ് സിസ്റ്ററാണ് കേട്ടോ, ഒരു ഹാഫ് സിസ്റ്ററാണ്. അതുകൊണ്ട് നുണയല്ല, എന്നാൽ കുറച്ച് നുണയാണ്. സാറായോട് പറഞ്ഞു, നീ ഭാര്യയാന്ന് പറയണ്ട, എന്തായാലും എൻ്റെ ഒരു ഹാഫ് സിസ്റ്റർ ആണല്ലോ നീ, അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നാട്ടുകാരോട് പറഞ്ഞാൽ മതി എൻ്റെ സിസ്റ്ററാന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഭാര്യയാണെന്ന് പറഞ്ഞാൽ അവരെന്നെ കൊന്നിട്ട് നിന്നെ കൊണ്ടുപോകും. സഹോദരിയാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അവരെന്നെ കൊല്ലത്തില്ല, നിന്നെ കൊണ്ടുപോയാലും അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഏതായാലും അബ്രഹാം എങ്ങനെ ചിന്തിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് അങ്ങനെ എന്തോ ആണ്. ഏതായാലും അബ്രഹാം പറഞ്ഞു, നീ ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ സാറ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എനിക്ക് അതാണ് നല്ലത്. എന്ത്, നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അങ്ങനെ അറിഞ്ഞൂടാ, എന്തായാലും അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഏതായാലും അങ്ങനെ ചെന്നിട്ട് ഈ അബിമലേഖൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ, അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായം. അപ്പോൾ അവിടെ വെച്ച് 20-ാം അധ്യായത്തിൽ ഈ പറയുകയാണ്, 2-ാമത്തെ വാക്യം, തൻ്റെ ഭാര്യ സാറായെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഈ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിസുന്ദരിയായ സാറായെ കണ്ടപ്പോൾ ഗരാറിലെ രാജാവായിരുന്ന അബിമലേക്കിന് അവളോടൊരു ആകർഷണം തോന്നി. രാജാക്കന്മാർക്കൊരു ചിന്തയുണ്ട്, നാട്ടിലുള്ള എല്ലാം നല്ലതും തങ്ങളുടെയാണെന്നൊരു വിചാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാജാവ് കൊള്ളാവുന്നൊരു സ്ത്രീ അവിടെ വന്നപ്പോൾ രാജാവ് പറഞ്ഞു, ആ സ്ത്രീ നമുക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് സാറായെ കൊണ്ടുപോയി അന്തപുരത്തിലേക്ക് പ്രവേശിപ്പിച്ചു, താമസിപ്പിച്ചു. അപ്പോൾ ഇത് ദൈവത്തിന് വലിയ അബിമലേക്കിനോട് വലിയ കോപമുണ്ടാവാൻ കാരണമായി. അങ്ങനെ അബിമലേക്കിൻ്റെ കുടുംബത്തിൽ ഒരുപാട് ദുരിതങ്ങൾ വരാൻ തുടങ്ങി. അബിമലേക്കിൻ്റെ കുടുംബത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ അബിമലേക്ക് അബ്രഹാമിനെ വിളിച്ചു. അപ്പോൾ വായിക്കാം, വാക്യം 9. അനന്തരം അബിമലേക്ക് അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, എന്താണ് നീ ഞങ്ങളോട് ഈ ചെയ്തത്? നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തി വെച്ചത്? ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത്. ഉറക്കെ വായിച്ചേ. അബ്രഹാം അബിമലേക്ക് അബ്രാഹത്തോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? അടുത്ത വാക്യം വളരെ ശ്രദ്ധിച്ചു വായിക്കുക. അബ്രാഹാം മറുപടി പറഞ്ഞു, ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എൻ്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നുകളയുമെന്നും ഞാൻ വിചാരിച്ചു. കണ്ടോ? അതായത് ദൈവഭയം എന്ന വാക്ക് ബൈബിളിൽ ആദ്യം ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. അത് ഉപയോഗിക്കുന്നത് ദൈവഭയമില്ലെങ്കിൽ മനുഷ്യൻ ഏതറ്റം വരെയും പോവും. ദൈവഭയമില്ലെങ്കിൽ മനുഷ്യന് ദാമ്പത്യ വിശ്വസ്തത പാലിക്കാൻ പറ്റില്ല. ദൈവഭയമില്ലെങ്കിൽ മനുഷ്യന് മറ്റുള്ളവനോട് ദ്രോഹം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. ദൈവഭയമില്ലെങ്കിൽ മനുഷ്യന് മാന്യമായിട്ട് മറ്റാരെ ഉപദ്രവിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ദൈവഭയം വേണം. അപ്പോൾ എന്താണ് ദൈവഭയം? ദൈവം ആരാണെന്നും ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും മനസ്സിലാക്കുമ്പോൾ മനുഷ്യന് ദൈവത്തോട് തോന്നുന്ന ഒരു മനോഭാവമാണ് ദൈവഭയം. പിടികിട്ടുന്നോ? അപ്പോൾ അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ക്രിസ്ത്യൻ ഗോഡ് ആരാണ്? ക്രിസ്ത്യാനി ആരാധിക്കുന്ന ദൈവം ആരാണ്? അപ്പോൾ അത് ബൈബിളിലുടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയാൽ നാം ആരാധിക്കുന്ന ദൈവത്തെ ബൈബിൾ അടയാളപ്പെടുത്തുന്നത് ഒരു പ്രധാനപ്പെട്ട വാക്ക് ഉപയോഗിച്ചിട്ടാണ്. ആ വാക്കാണ് ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഇപ്പോൾ നമ്മൾ കുർബാന ലത്തീൻ ക്രമത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. അതിനകത്ത് പുരോഹിതൻ എങ്ങനെ പ്രാർത്ഥിച്ചു? ദൈവമേ, അങ്ങ് പരമ പരിശുദ്ധനാണ്, സകല വിശുദ്ധിയുടെയും ഉറവിടവും അങ്ങ് തന്നെ. ആകയാൽ അങ്ങയുടെ ആത്മാവിനാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ദൈവമേ, അങ്ങ് പരമപരിശുദ്ധനാണ്.
കുർബാനയ്ക്കിടയിൽ നമ്മൾ പ്രാർത്ഥിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയുടെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു, ഉന്നതങ്ങളിൽ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത് ദൈവം പരിശുദ്ധൻ, ലോർഡ് യു ആർ ഹോളി ഇൻഡീഡ്, ദ ഫൗണ്ടൻ ഓഫ് ഓൾ ഹോളിനെസ്, therefore send your Holy Spirit and make these things, these offerings holy. അപ്പോൾ ദൈവം പരിശുദ്ധനാണ്. അപ്പോൾ ഒന്ന് ഉറക്കെ പറഞ്ഞ്, നീ ആരാധിക്കുന്ന ദൈവം ആരാണ്? ഒന്നാമത്തെ ചോദ്യം അതാണ്. നീ ആരാധിക്കുന്ന ദൈവം ആരാണ്? ക്രിസ്ത്യാനി, നീ ആരാധിക്കുന്ന ദൈവം ആരാണ്? പറയൂ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. ഇതാണ് ആദ്യമായി മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ദൈവബോധം. ഞാൻ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. നിങ്ങളിങ്ങനെ ചിന്തിക്കൂ. ഇപ്പം ഞാൻ ഡാനിയേലച്ചൻ, ഞാൻ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ് എന്ന ബോധ്യം എൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഞാൻ എല്ലാ പാവവും ചെയ്തിട്ട് ഇവിടെ വന്ന് നിന്ന് കൂളായിട്ട് നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കും. പിടികിട്ടുന്നോ? ഈ ദൈവം പരിശുദ്ധനാണ്, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ദൈവം പരിശുദ്ധനാണെന്ന് എനിക്ക് ബോധ്യമില്ലെങ്കിൽ ഞാൻ കുമ്പസാരിക്കാതെയും പാവം ഏറ്റുപറയാതെയും അശുദ്ധിയിലും തിന്മയിലും വന്ന് നിന്ന് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ദൈവവചനം പ്രസംഗിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ഒരു ചെറിയ തെറ്റ് പോലും വന്നാൽ മനസ്സ് പെടയുകയും കുമ്പസാരിക്കാതെ ദൈവശുശ്രൂഷ ചെയ്യരുത് എന്ന് ചിന്തിക്കുകയും ചെയ്യാൻ ഒരു ദൈവവേലക്കാരനെ പ്രേരിപ്പിക്കുന്നത് അയാൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള അവബോധമാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന ദൈവം എപ്പോഴും ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ എങ്ങനെ കാണുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം. നമ്മുടെ ദൈവം ആരാണോ അതിനനുസരിച്ചായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കാം, നമ്മുടെ തിയോളജി അനുസരിച്ചായിരിക്കും നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ ദൈവശാസ്ത്രം അനുസരിച്ചായിരിക്കും നമ്മുടെ ധാർമ്മികത, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ട്രിൻ എന്താണോ അതാണ് നമ്മളുടെ ബിഹേവിയറിനെ തീരുമാനിക്കാൻ പോകുന്നത്. നമ്മുടെ ബിലീഫ് എന്താണോ അതാണ് നമ്മുടെ ബിഹേവിയർ തീരുമാനിക്കാൻ പോകുന്നത്. ഡോക്ട്രിൻ എന്താണോ അതാണ് നമ്മുടെ മൊറാലിറ്റി തീരുമാനിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് നീ കാണുന്ന ചിന്തയാണ് നല്ല ജീവിതം നയിക്കാൻ സഹായിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നേരമില്ല, റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, അവർ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തിയില്ല. ഇങ്ങോട്ട് നോക്കിയേ, എടുക്കണ്ട, ഇപ്പം എടുക്കാൻ നേരമില്ല, അത് എല്ലാം എടുക്കാൻ നേരമില്ല. ഇങ്ങോട്ട് നോക്കിയേ, അവർ ദൈവത്തെ ദൈവമായി ആരാധിക്കുകയോ മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. റോമർ 1 പറയുന്നതാണ്, കേട്ടാൽ മതി, പറയുന്ന സത്യമാണ്, കേട്ടാൽ മതി. അതായത് റോമർ 1 പറയുകയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അതായത് ദൈവത്തെ ദൈവമായിട്ട് കണ്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ബുദ്ധിമാന്മാരാണെന്ന് ഭാവിച്ചുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഇനി അടുത്ത പാരഗ്രാഫ് പറയുന്നത്, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടെ ശരീരം അവമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. കണ്ടോ? ദൈവത്തെ ദൈവമായി കാണാതിരുന്നത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പോകാവുന്നതിൻ്റെ അങ്ങേയറ്റത്തേക്ക്, അൺബ്രൈഡൽഡ് സെക്ഷൽ ഇമ്മൊറാലിറ്റി ടു ദ കോർ, ദ ഫാർദസ്റ്റ് സെക്ഷൽ ഇമ്മൊറാലിറ്റി, പോകാവുന്നതിൻ്റെ അങ്ങേയറ്റം ദൂരം പോയി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ നമ്മുടെ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം വരാൻ പോണത്. അതുകൊണ്ട് ക്രിസ്ത്യാനി ആരാധിക്കുന്ന ദൈവം, നിങ്ങൾ വേറെ ഒരു ഉത്തരവും ആരോടും പറയരുത്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? നമുക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഫ്രം ജെനസിസ് ടു റെവലേഷൻസ് വി ഹാവ് ഓൺലി വൺ ആൻസർ, അവർ ഗോഡ് ഈസ് എ ഹോളി ഗോഡ്. ഞാൻ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനായ ഒരു ദൈവമാണ്. ആരാണ് നിന്റെ ദൈവം? ഉറക്കെ പറയൂ. ഈ കോഴിക്കോട് നഗരത്തോടും ഈ കേരള സംസ്ഥാനത്തോടും ഭാരത രാജ്യത്തോടും ലോകം മുഴുവനോടും ഒരു വിശ്വാസിക്ക് വിളിച്ചു പറയാൻ ഒരു സത്യമേ ഉള്ളൂ, ഞാൻ ആരാധിക്കുന്ന ദൈവം ഒരു പരിശുദ്ധനായ ദൈവം, പരിശുദ്ധനായ ദൈവം, ഹോളി ഗോഡ്. അപ്പം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് 1-2 വചനങ്ങൾ പെട്ടെന്ന് എടുക്കണം. ആ ദൈവം പരിശുദ്ധനാണ്. ഹബക്കുക്ക് എന്നൊരു പുസ്തകമുണ്ട് ബൈബിളിൽ, കണ്ടിട്ടുണ്ടോ? ഫെവിക്യുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതല്ലിത്, ഈ മത്തായി എന്ന് പുറകോട്ട് മറിക്കുക, അതായിരിക്കും എളുപ്പം കേട്ടോ. അപ്പോൾ ഹബക്കുക്കിൻ്റെ പുസ്തകം കിട്ടിയോ? ഇന്നലെ സക്കറിയ വരെ എടുത്തില്ലേ? മത്തായിയുടെ പുറകിൽ ആരായിരുന്നു? മറന്നോ? മലാക്കിയുടെ പുറകിലോ? അത്രയും പഠിച്ചില്ലേ?
മലാക്കിയുടെ പുറകിൽ സക്കറിയ. ഇനി സക്കറിയയുടെ പുറകിലാണ് ഹഗ്ഗായി. ആരാണ്? കക്കായി അല്ല, ഹഗ്ഗായി. സക്കറിയയുടെ പുറകിൽ ഹഗ്ഗായി, ഹഗ്ഗായിയുടെ പുറകിൽ സെഫാനിയ, ഹഗ്ഗായിയുടെ പുറകിൽ സെഫാനിയ, സെഫാനിയയുടെ പുറകിലാണ് നമ്മുടെ ഹബക്കൂക്ക് ചേട്ടൻ, ഹബക്കൂക്ക്. ഓക്കെ, അത്രയും പഠിച്ചില്ലേ? അപ്പോൾ മത്തായിയുടെ പുറകിൽ ആരാ? മലാക്കി. മലാക്കിയുടെ പുറകിലോ? സക്കറിയയുടെ പുറകിലോ? ഹഗ്ഗായി. ഹഗ്ഗായിയുടെ പുറകിലോ? സെഫാനിയ. സെഫാനിയയുടെ പുറകിലോ? അതിന് ഹബക്കൂക്ക് എടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവരുത്. ഹബക്കൂക്കൊക്കെ നല്ല 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 നിഷ്പ്രയാസം എടുത്ത് കാണിച്ചു കൊടുക്കണം. മനസ്സിലായോ? എങ്ങനെയാണ് എടുക്കേണ്ടത്? അല്ല ഉൽപ്പത്തി മുതൽ മറിച്ചുകൊണ്ടിരിക്കരുത്, തുപ്പലൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ. അപ്പോൾ മത്തായിയുടെ പുറകിൽ ആരാ മോളെ? മലാക്കി. മലാക്കിയുടെ പുറകിലോ? സക്കറിയ. സക്കറിയയുടെ പുറകിലോ? ഹഗ്ഗായി. ഹഗ്ഗായിയുടെ പുറകിലോ? സഫാനിയയുടെ പുറകിലോ? ഓ, വെരി ഗുഡ്. ഹബക്കൂക്ക് എടുത്തേ. ഹബക്കൂക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഹബക്കൂക്ക് 1:12 വായിക്കാം. എൻ്റെ ദൈവമേ, അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമർത്യനുമാണല്ലോ. വായിച്ചേ. എൻ്റെ ദൈവമേ, അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമർത്യനുമാണല്ലോ. ഇനി 13 വായിച്ചേ. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയില്ല. ശ്രദ്ധിക്കുക, ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവത്തിന് തിന്മ നോക്കി നിൽക്കാൻ പറ്റില്ല. എന്താ കാര്യം? ദൈവം. അപ്പം നിങ്ങൾ പറയാം, അതെന്നാ തിന്മ നോക്കി നിൽക്കാൻ പറ്റാത്ത? അതിനെ നോക്കണം, ഞങ്ങൾക്ക് തിന്മയുണ്ട്, നീ അത് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്താ കാരണം എന്നറിയാം? അതിന് എനിക്ക് മനസ്സിലായിട്ടുള്ള നല്ലൊരു ഉദാഹരണം ഇങ്ങനെയാണ്. ഇത് നല്ലതാണ്, നല്ല സ്ഥലമാണ് ഈ ഉദാഹരണം പറയാൻ. ഇന്ന് 12 മണിക്ക് നേരെ ആകാശത്തിലേക്ക് നോക്കിയാൽ ആരെ കാണാൻ പറ്റും? സൂര്യനെ. രാത്രിയിൽ ആരെ കാണാൻ പറ്റും? ചന്ദ്രനെ. ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് എൻ്റെ ഒരു സഹപാഠിയുടെ അപ്പൻ്റെ പേര് ചന്ദ്രൻ എന്നായിരുന്നു. LP സ്കൂളിൽ പഠിച്ച സമയത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ്റെ പേര്, ദൈവമേ അവനിത് കേൾക്കുമെന്നു, എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ്റെ പേര് ചന്ദ്രൻ എന്നായിരുന്നു. അപ്പോൾ സാറ് ചോദിച്ചു, ചന്ദ്രനെ പകൽ കാണാത്തത് എന്തുകൊണ്ട്? അവൻ എഴുതി വെച്ചു, അച്ഛൻ ജോലിക്ക് പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ചന്ദ്രൻ. ആ ചന്ദ്രനല്ലിത്. ആ ചന്ദ്രനല്ല, പിന്നെ ഈ നമ്മുടെ സാക്ഷാൽ ചന്ദ്രൻ. അന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രന്, ആ ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ, സൂര്യൻ പകൽ സമയത്ത് നട്ടുച്ചയ്ക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണുന്നതാണ് സൂര്യൻ. സൂര്യനെ നമുക്കിവിടെ നോക്കുമ്പോൾ പപ്പടവട്ടത്തിൽ ആകാശത്ത് സൂര്യൻ നോക്കാം. ഈ സൂര്യനെ ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പറയാം, സൂര്യനെ ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ്. വാട്സപ്പിൽ സൂര്യൻ്റെ മെസ്സേജ് ഇന്നലെ കൂടി വന്നേ ഉള്ളൂ. ഞാനും സൂര്യനും മച്ചാനുമാണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ വേണേൽ പറയാം ഇവിടെ നിന്നിട്ട്. ആളുകൾ ചിലപ്പോൾ ബുദ്ധിയില്ലാത്തവരാണെങ്കിൽ വിശ്വസിക്കുകയും ചെയ്യും, സൂര്യനും ഞാനും തമ്മിൽ ഭയങ്കര കൂട്ടാന്ന്. ഇങ്ങനെയാണ് പലരും ദൈവത്തെക്കുറിച്ച് പറയുന്നത്. മനസ്സിലായി? ഇങ്ങനെയാണ് പലരും ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ഞങ്ങൾ ദൈവവും ഞാനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്, ഭയങ്കര കണക്ഷനാണ്, അതാണ് ഇതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ഈ സൂര്യൻ ഇങ്ങനെ മുകളിൽ പപ്പടവട്ടത്തിൽ നിൽക്കുമ്പോൾ പലതും പറയാം, പക്ഷേ സൂര്യൻ അടുത്തേക്കൊന്ന് ചെല്ലണം. ഈ സ്നേഹവും ബന്ധവും കൂട്ടമൊക്കെ പറഞ്ഞുകൊണ്ടൊന്ന് അടുത്തോട്ട് ചെന്നാലോ, അടുത്തോട്ട് ഒരുപാട് പ്രകാശ വർഷങ്ങളുടെ അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ല, കത്തിപ്പോവും. അപ്പം നമ്മൾ പറയുകയാണ്, സൂര്യ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്, എന്തെല്ലാം നല്ല കാര്യങ്ങൾ, ഇല്ലാത്തതും ഉള്ളതും എല്ലാം നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ലേ, നീ എന്നെ എന്തിനാണ് കത്തിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ മറുപടി പറയും, അതെൻ്റെ നേച്ചറാണ്. എൻ്റെ അകത്ത് എൻ്റെ നേച്ചർ, എൻ്റെ പ്രകൃതിയിൽ ഞാൻ ആരാണ്? ഞാൻ അഗ്നിയാണ്, ഞാൻ ചൂടാണ്, ഞാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് സൂര്യനടുത്തേക്ക് ദൂരെ നിന്ന് പലതും പറയാം, പക്ഷേ സൂര്യൻ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. സൂര്യ തേജസ്സിൽ, സൂര്യൻ്റെ അഗ്നിയിൽ, സൂര്യനകത്തെ ചൂടിൽ നമ്മൾ വെന്തുപോകും. ഇതുപോലാണ് ദൈവം പരിശുദ്ധനാണ്. ദൂരെ നിന്ന് പലതും പറയാം, മച്ചാനാണ്, ഇന്നലെ ഞാൻ കണ്ടു, മഞ്ഞ കളർ കണ്ടായിരുന്നു, പലതും പറയാം. പക്ഷെ ദൈവമാണ്, മനുഷ്യനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യന് പലപ്പോഴും ദൈവത്തിൻ്റെ വലിപ്പം മനസ്സിലായിട്ടില്ല. ദൈവത്തിൻ്റെ വലിപ്പം മനുഷ്യൻ പലപ്പോഴും ഹൃദയത്തിൽ തിരിച്ചറിയുന്നില്ല. ഞാൻ തിരുവനന്തപുരത്ത് മാറിവാനസിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരല്ലേ, ചെറുപ്പക്കാരല്ലേ, ഒരു ചെറു കുസൃതിയെ കാണിക്കും, കുറച്ച് അഹങ്കാരമൊക്കെ ചിലപ്പോൾ കാണിക്കും. അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഞാൻ അവരോടൊരു കാര്യം പറയുമായിരുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മുടെ ഈ ഭൂമിയുടെ 30,000 ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. നമ്മുടെ ഈ ഭൂമിയുടെ 30,000 ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയോ, 4 ലക്ഷം വെറുതെ തട്ടിപ്പുറയാണ്.
ഈ ഭൂമിയുടെ 30,000 ഇരട്ടി വലിപ്പമുണ്ട് സൂര്യൻ. എന്ന് പറഞ്ഞാൽ 30,000 ഭൂമികളെ സൂര്യനകത്ത് എടുത്തു വെക്കാം. ഇനി അത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അടങ്ങിയ നമ്മുടെ സൗരയൂഥം, മിൽക്കി വേ, നമ്മുടെ ഈ സൗരയൂഥം, അല്ലെങ്കിൽ ഈ സൗരയൂഥം, അത് മാത്രമല്ല പ്രപഞ്ചം ആണോ? അല്ല. ഞാൻ ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് ഇങ്ങനെ ഓരോ ഗ്രഹത്തിൻ്റെയും വലിപ്പം അനുസരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് ഞാൻ കണ്ടു നോക്കിയപ്പോഴാണ് തല കറങ്ങിപ്പോയത്. അതായത് ഭൂമിയുടെ അനേക ആയിരം വലിപ്പം മടങ്ങ് വലിപ്പമുള്ള ഒരുപാട് ഗോളങ്ങൾ വേറെയുണ്ട്. അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഭൂമി ഒരു കടുകുമണി പോലും ഇല്ല, അത്രയും പോലും ഇല്ല. അപ്പോൾ ഈ വിശ്വമഹാപ്രപഞ്ചത്തിൽ ദശലക്ഷക്കണക്കിന് ഗാലക്സികളും ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും ഇതുപോലെയുള്ള സൂര്യനെയും ചന്ദ്രനെയും പോലെ എല്ലാം ഉള്ള വലിയ വിശ്വമഹാപ്രപഞ്ചം, അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, ഈ അണ്ടകടാഹം, ഈ മഹാപ്രപഞ്ചം വലുതാണിത്, വലിയ വിശ്വപ്രപഞ്ചം. അതിനകത്ത് ഒരു സൂര്യൻ, അതിന് തന്നെ ഈ ഭൂമിയുടെ 30,000 ഇരട്ടി വലിപ്പം. അപ്പോൾ ഈ സൂര്യനേക്കാളും 30,000 മടങ്ങ് വലിപ്പക്കുറവുള്ള ഭൂമി, ആ ഭൂമിയിൽ 5 ഭൂഖണ്ഡങ്ങൾ, അതിനകത്തൊരു ഏഷ്യാ ഭൂഖണ്ഡം, അതിനകത്തൊരു ഇന്ത്യ മഹാരാജ്യം, അതിനകത്തൊരു കേരള സംസ്ഥാനം, അതിനകത്തൊരു തിരുവനന്തപുരം പട്ടണം, അതിനകത്ത് നാലാഞ്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലം, അതിനകത്തൊരു മാരിവാനീസ് കോളേജ്, അതിനകത്തൊരു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിനകത്തൊരു ക്ലാസ് മുറി, അതിനകത്തിരിക്കുന്ന നീ, സ്പെക്ക് ഓഫ് എ സ്പെക്ക്, പൊടിയിലും പൊടി, പൊടിയിലും പൊടി, ഒരുപാട് നിങ്ങളിക്കരുത്, പൊടിയിലും പൊടി. പറഞ്ഞേ ഹല്ലേലൂയ. ഈ വലിയ പ്രപഞ്ചം, ആ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലുതാണ് ദൈവം. അപ്പോൾ ഈ വലിയ വിശ്വമഹാപ്രപഞ്ചത്തിലെ ആ വലിയവനായ ദൈവം, ആ ദൈവം ആരാണ്? പരിശുദ്ധൻ. ഉറക്കെ പറയൂ, പരിശുദ്ധൻ. അതുകൊണ്ട് ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവത്താലെ തിന്മ സമ്മതിക്കാൻ പറ്റില്ലെന്നാണ് ഹബക്കൂക്ക് 1:13 വായിച്ചത്. ദൈവമേ, എന്താണ് വായിച്ചത്? ദൈവമേ, അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമർത്യനുമാണല്ലോ. കർത്താവേ, അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയില്ല. ഇനി അടുത്തത് വായിക്കേണ്ടത് സങ്കീർത്തന പുസ്തകത്തിൻ്റെ 5-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം. 5-ാമത്തെ വായിച്ചു, കിട്ടുന്നവരൊക്കെ വായിച്ചു. 5-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം വായിക്കാം. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. നമ്മൾ എന്തുകൊണ്ടാണ് അനുദപിക്കേണ്ടത്? ഞാൻ 1, 2, 3, 4, 5, 6, 7 പറയാൻ പോവാണ്. അതിലെ 1-ാമത്തെ കാര്യമാണ്, നാം ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. ആ ദൈവത്തിന് തിന്മ സമ്മതിക്കാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ആ ദൈവത്തിന് തിന്മ സമ്മതിക്കാൻ പറ്റില്ല. ഞാൻ യുവാക്കന്മാരോട് യേശുക്രിസ്തുവിൻ്റെ അനന്യതയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഒരു യുവജന ധ്യാനത്തിന്. അപ്പം ഞാൻ യേശുക്രിസ്തുവിൻ്റെ യുണീക്ക്നെസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ബൈബിളിൽ യേശുവിൻ്റെ അനന്യതയ്ക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 1, 2, 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്ത് ഒരു മത നേതാവും പ്രസംഗിക്കുന്നതിനേക്കാളും ഉയർന്ന ഒരു ധാർമ്മിക നിലവാരം പ്രസംഗിച്ച ആളായിരുന്നു യേശു. സമ്മതിക്കാവോ? അതായത് ഈ ലോകത്ത് വേറെ ഒരാളും ഇത്രയും ഉയർന്ന ഒരു മൊറാലിറ്റി പ്രസംഗിച്ചിട്ടില്ല. കർത്താവ് പറയുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് കൊല്ലരുത്, ഞാൻ നിങ്ങളോട് പറയുന്നു കോപിക്കരുത്. കോപിക്കുന്നവൻ നരകാഗ്നിക്കരയായിത്തീരും, ന്യായവിധിക്ക് അർഹനായിത്തീരും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാസന സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. യേശു പറയുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് വ്യഭിചാരം ചെയ്യരുത്, ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ലോകം കാണുന്നത് പോലെ ധാർമ്മികതയെ കണ്ട ആളല്ല. ദുഷ്ടനെ എതിർക്കരുത്, ശത്രുവിന് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം, 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ 2 മൈൽ ദൂരം പോകണം, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരോട് അങ്ങനെ പെരുമാറണം, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്, ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കണം, സഹോദരനെ ഭോഷ എന്ന് വിളിക്കരുത്, ചെറിയവരെല്ലാവരെയും നിന്ദിക്കരുത്, ഇങ്ങനെ 70 പ്രാവശ്യം ക്ഷമിക്കണം. ഇങ്ങനെ ഇഷ്ടംപോലെ ധാർമ്മിക സത്യങ്ങൾ യേശു പഠിപ്പിച്ചപ്പോൾ ലോകം അവനെ നോക്കി പറഞ്ഞു, ലോകത്തിന്നുവരെയും ആരും പ്രസംഗിച്ചിട്ടില്ലാത്ത ഉന്നതമായ ധാർമ്മിക നിലവാരം പ്രസംഗിച്ച ആളാണ് യേശു. സമ്മതിക്കാവോ? യെസ്. 2-ാമത്തേത്, അങ്ങനെ ഒരു ധാർമ്മിക നിലവാരം പ്രസംഗിക്കുക മാത്രമല്ല, ഹി കണ്ടക്റ്റഡ് ഹിസ് ലൈഫ്
as per the teaching that he taught to the world. He conducted his life. അവൻ അവൻ്റെ ജീവിതത്തെ അങ്ങനെ തന്നെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അടിച്ചവന് പുറവും താടിമീശ പറിച്ചവന് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. കൊല്ലാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ ആടിനെ പോലെ മൗനം പാലിച്ചു. അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധികാരിയെ നടുക്കി. ആരോപണങ്ങൾക്ക് ഒന്നിനു പോലും മറുപടി പറഞ്ഞില്ല. ശത്രുവിനെ ദ്വേഷിച്ചില്ല. കുരിശിൻ്റെ വെരിമാറിൽ ചോര വാർന്ന് കിടന്നുകൊണ്ട് അവൻ ലോകത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു, പിതാവേ, ദൈവത്തെ നോക്കി പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഒറ്റിക്കൊടുത്തവനോടും തള്ളിപ്പറഞ്ഞവനോടും ക്രൂശിക്കാൻ കൈകളിൽ ആണിയടിച്ചവനോടും കാറി തുപ്പിയവനോടും കാരിരുമ്പാണി അടിച്ചു കയറ്റിയവനോടും അവൻ ദയാദാക്ഷിണ്യം കാണിച്ചു, കരുണ കാണിച്ചു. അവരെ എതിർത്തില്ല. അപ്പൊ എങ്ങനെ പ്രസംഗിച്ചോ അത് അവൻ അവൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കി. സമ്മതിക്കാവോ? മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ ചിന്തിക്കുക. ലോകത്താരും ചിന്തിക്കാത്ത ഉയർന്ന ഒരു ധാർമ്മിക നിലവാരം പ്രസംഗിക്കുകയും ലോകത്താർക്കും ജീവിക്കാൻ പറ്റാത്ത ആ നിലവാരത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളെ പാപികൾക്ക് ഇഷ്ടപ്പെടുമോ? പാപികൾക്ക് ഇഷ്ടപ്പെടുമോ? അതായത് ലോകത്താർക്കും ജീവിക്കാൻ പറ്റാത്തെന്ന് തോന്നുന്ന ഉയർന്ന ഒരു മൊറാലിറ്റി ഒരാൾ പ്രസംഗിക്കുന്നു, അതിനനുസരിച്ച് കളങ്കമില്ലാതെ ഒരാൾ ജീവിക്കുന്നു. അയാളുടെ കൂടെ സാധാരണഗതിയിൽ കൂട്ടുകാരൊന്നും ഉണ്ടാവില്ല. പാപികൾ അവനെ വിട്ട് ഓടി മാറുകയാണ് സാധാരണ ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തിയ മൂന്നാമത്തെ കാര്യം, പക്ഷേ യേശു ഏത് നഗരത്തിനും ഏത് ഗ്രാമത്തിലും ചെന്നോ അവന് ചുറ്റും ഓടിക്കൂടിയത് ചക്കരക്കുടത്തിൽ ഏച്ച പറ്റുന്നത് പോലെ അവന് ചുറ്റും ഓടി അടുത്തത് മുഴുവൻ ആരായിരുന്നു? പാപികൾ. ആ നാട്ടിലെ നൊട്ടോറിയസായ ക്രിമിനലുകളും കുറ്റവാളികളും പാപികളും. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. സാധാരണഗതിയിൽ ഉയർന്ന ജീവിത നിലവാരം പരമപരിശുദ്ധി പ്രസംഗിക്കുകയും പരമപരിശുദ്ധിയിൽ തൻ്റെ ജീവിതത്തെ നിർണയിക്കുകയും ചെയ്യുന്ന ഒരാളുടെ പിന്നാലെ പാപികളെ യാത്ര ചെയ്യില്ല. പക്ഷേ യേശു തമ്പുരാൻ ലോകത്ത് എവിടെയെല്ലാം പോയോ, ഗ്രാമങ്ങളിൽ ഏതെല്ലാം നഗരങ്ങളിൽ ഗ്രാമങ്ങളിൽ പോയോ അവിടെയെല്ലാം യേശുവിൻ്റെ പിന്നാലെ മനുഷ്യർ ഓടി, പാപികൾ. അതുകൊണ്ടാണ് അവർ പരിസേരും ചുങ്കക്കാരും പരിസേരും നിയമജ്ഞരൊക്കെ പറയുന്നത്, ഇവൻ പാപികളുടെ ഭക്ഷണത്തിനിരിക്കുന്നു, പാപികളിലൂടെ സംസാരിക്കുന്നു, പാപികളൊന്നും ഇവൻ്റെ കാല് കഴുകുന്നു. എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പല ആളുകളും ചിന്തിക്കും, കർത്താവായ യേശു ക്രിസ്തു പാപികൾ അടുത്ത് വന്നപ്പോൾ തൻ്റെ പ്രബോധനത്തിൽ വെള്ളം ചേർത്തോ? പാപിനിയായ സ്ത്രീയോട് പാപം ക്ഷമിച്ചിട്ട് പറഞ്ഞത് സാരമില്ല, കുഴപ്പമില്ല, ഒക്കുന്ന പോലൊക്കെ ജീവിക്കുക എന്നല്ല. കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം, തളർവാദ രോഗിയോട് അങ്ങനെ പറഞ്ഞു, പാപിനിയോട് അങ്ങനെ പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത് എന്നാണ്. മേലിൽ പാപം ചെയ്യരുത്. ഒരു പാപിക്കും വേണ്ടി യേശു തൻ്റെ പ്രബോധനത്തിൽ വെള്ളം കലർത്തുകയോ ഡൈല്യൂട്ട് ചെയ്യുകയോ വാട്ടർ ഡൗൺ ചെയ്യുകയോ ചെയ്തിട്ടില്ല. പാപി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി യേശു തൻ്റെ പ്രബോധനം താഴെ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഈ യൂദയായിലും ഗലീലയിലെയും ജെറുസലേമിലെയും ഗ്രാമനഗരവീഥികളിൽ യേശുവിന് ചുറ്റും ആയിരങ്ങൾ ഓടിക്കൂടാൻ ഇടയായത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അതാണ് യേശുവിൻ്റെ അനന്യത. അതിനൊരു ഉത്തരമേ ഉള്ളൂ, അതാണ് യേശുവിൻ്റെ യൂണീക്ക്നെസ്. എന്തെന്നറിയാമോ? പരമപരിശുദ്ധനായ പരമപരിശുദ്ധിയിൽ തൻ്റെ ജീവിതത്തെ നയിക്കാൻ ഇഷ്ടപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഓരോ ഗ്രാമത്തിലും ചെല്ലുമ്പോൾ അവനെ കാണുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട അധമ ജീവിതം നയിക്കുന്ന ഒരു പാപി അവനെ കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുമായിരുന്നു, അവനിങ്ങനെ കാണുമായിരുന്നു, ഇങ്ങനെ തിരിച്ചറിയുമായിരുന്നു, ഇവൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത, എനിക്ക് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിർണയിക്കാൻ പറ്റാത്ത വലിയ പരിശുദ്ധിയുള്ളവനാണ് ഇവൻ. അവൻ്റെ പ്രബോധനം ഞാൻ അതുപോലെ പരിശുദ്ധനാവണമെന്നാണ്. എനിക്ക് 7 അയലത്ത് പോലും അവൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല, അവൻ്റെ പരിസരത്ത് പോലും എത്താൻ പറ്റുന്ന വിശുദ്ധി എൻ്റെ ഉള്ളിലില്ല എന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയും. പക്ഷെ അവർ യേശുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അതിൻ്റെ കാരണം യേശു അടുത്ത് വന്ന് നിൽക്കുമ്പോൾ യേശു തൻ്റെ പ്രബോധനത്തിൽ വെള്ളം ചേർത്തില്ലെങ്കിലും പാപികൾക്ക് എങ്ങനെയോ മനസ്സിലാകുമായിരുന്നു, ഇവൻ്റെ കൂടെ കൂടിയാൽ, ഇവൻ്റെ കൂടെ കമ്പനിയായാൽ, ഇവൻ്റെ സൗഹൃദ വലയത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ, ഇവനെ ആത്മമിത്രമായി കൂടെ കൂട്ടിയാൽ, അവൻ്റെ അടരുകളിലേക്ക് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചാൽ ഒരിക്കൽ ഞാനും ഇവനെ പോലെയാകും, അവൻ എന്നെ അവനെ പോലെയാക്കും എന്ന് പാപിക്ക് തിരിച്ചറിവുണ്ടായി എന്നതാണ് യേശുവിൻ്റെ കഴിഞ്ഞ 2000 വർഷത്തെ അനന്യത. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിനെ കണ്ടപ്പോൾ ആളുകൾക്ക്, കൊടും പാപികൾക്ക് മനസ്സിലായി, അവൻ ഇത് അംഗീകരിക്കുന്നില്ല. He doesn't approve my hardcore sinful life. He never approve. But when I am in his company, I understand that I can change.
ഐ ക്യാൻ കൺവേർട്ട്. എനിക്ക് മാറ്റം വരും. അവൻ്റെ സാന്നിധ്യം എന്നിൽ മാറ്റം വരുത്തും. ഞാൻ പറയാൻ വന്നത് എന്തെന്നറിയാമോ? ദൈവം ഒരിക്കലും അവൻ്റെ പരിശുദ്ധിയുടെ നിലവാരത്തിൽ വെള്ളം ചേർക്കുന്നില്ല. ഇത്ര മനസ്സിലായോ? ദൈവം പരമപരിശുദ്ധനാണ്. പാപം അവിടത്തേക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല, അകൃത്യം നോക്കി നിൽക്കാൻ കഴിയില്ല. സങ്കീർത്തനം 4-ാം സങ്കീർത്തനം പറഞ്ഞു, നമ്മൾ വായിച്ചു, എന്താണ്? ദൈവമേ, തിന്മ അങ്ങയോടത്ത് വസിക്കുകയില്ല. എന്താണ്? അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടത്ത് വസിക്കുകയില്ല. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ ബൈബിൾ മറ്റൊരു സത്യം വെളിപ്പെടുത്തുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം കിട്ടിയവരൊക്കെ വായിക്കാം. റെവലേഷൻസ് 21:27, വെളിപാട് 21:27 വായിക്കാം. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ, എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവസവിധേ, ദൈവസന്നിധിയിൽ, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. ക്രിസ്തീയ മതത്തിന് മറ്റ് മതങ്ങളിൽ നിന്നുള്ള വ്യത്യാസം പാപിക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മറ്റ് പല മതങ്ങളിലും ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പാപം ചെയ്താലും, ദ്രോഹം ചെയ്താലും, കൊലപാതകം ചെയ്താലും, അക്രമം ചെയ്താലും, യുദ്ധം ചെയ്താലും ചിലപ്പോൾ സ്വർഗരാജ്യം അവകാശപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന, പഠിപ്പിക്കുന്ന പ്രബോധനങ്ങൾ ഉണ്ടാവാം. ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന വ്യത്യാസം 100% വിശുദ്ധിയില്ലാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അക്രമവും കൊള്ളയും കൊള്ളിവെപ്പും അഴിമതിയും തോന്നിയാസം എല്ലാം ജീവിതത്തിൽ നടത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ പോകാം എന്ന് പഠിപ്പിക്കുന്ന മതമല്ല ക്രിസ്തു മതം. പറഞ്ഞേ ഹല്ലേലൂയാ. അതിനൊരു മനുഷ്യൻ വിശുദ്ധി പ്രാപിക്കേണ്ടതുണ്ട്, തെറ്റ് തിരുത്തേണ്ടതുണ്ട്, പാപത്തെക്കുറിച്ച് അനുതപിക്കേണ്ടതുണ്ട്, പാപമോചകനായ യേശുവിലേക്ക് തിരിഞ്ഞ് അവൻ്റെ രക്തത്താൽ കഴുകപ്പെടേണ്ടതുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് സുവിശേഷകരെന്ന നിലയിൽ ലോകത്തോട് വിളിച്ചു പറയാനുള്ള സുവിശേഷം. പാപി മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിലേക്ക് തിരിഞ്ഞാലേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടാലേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായോ? നമ്മൾ അനുതപിക്കണം എന്നതിൻ്റെ ഒന്നാമത്തെ ന്യായം, നാം ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ആവർത്തിച്ച് പറഞ്ഞത് വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. 1 പത്രോസ് 1-ാം അധ്യായം 15-16 തിരുവചനം പെട്ടെന്ന് വായിച്ചു പോവുക. 1 പത്രോസ് 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധനായിരിക്കണം. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധനായിരിക്കണം. എബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുക. എബ്രായ ലേഖനത്തിൻ്റെ ഹീബ്രൂസ് 12:14, എബ്രായ ലേഖനത്തിൻ്റെ 12-14 വായിക്കാം. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. എന്നോട് വായിച്ചേ. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ പരിശുദ്ധരായിരിക്കണമെന്ന് നമ്മളെ വിളിച്ച ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ദൈവം പരിശുദ്ധനാണ്. അശുദ്ധമായതൊന്നും ദൈവസന്നിധിയിൽ പ്രവേശിക്കുകയില്ല എന്ന് വലതുകരം വരുത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്നാമത്തെ കാരണം അതാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? പരിശുദ്ധനാണ്. പരിശുദ്ധൻ. പറഞ്ഞേ ഹല്ലേലൂയാ. നായ്ക്കമ്പറമ്പിലച്ഛനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. നായ്ക്കമ്പറമ്പിലച്ഛൻ പഠിപ്പിച്ച ഒരു എക്സസൈസ് ചെയ്യാൻ പോവാണ്. ആ എക്സസൈസ് ഇതാണ്. നടുവേദന, പുറം വേദന, പെടലി വേദന, ആമവാദം എല്ലാം മാറുന്ന എക്സസൈസാണ്. ഞാൻ യേശുവേ എന്ന് പറയുമ്പോൾ എനിക്ക് ചാടാൻ പറ്റില്ല, ഈ സ്റ്റേജ് പൊളിയും.
അപ്പോൾ നിങ്ങൾ ചാടിക്കണം. യേശുവേ എന്ന് പറയുമ്പോൾ യേശുവേ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ചാടണം. അതാണ് എക്സസൈസ്. അപ്പോൾ അച്ഛൻ പറയുന്നത് പല രോഗങ്ങളും ഇങ്ങനെ വിട്ടുമാറിയിട്ടുണ്ടെന്നാണ്. അച്ഛൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അപ്പീലില്ല, സംശയമില്ല. അതുകൊണ്ട് നമ്മൾ യേശുവേ എന്ന് ഞാൻ വിളിക്കും. അപ്പോൾ നിങ്ങൾ ചാടിക്കണം. എല്ലായിടത്തും ഇത് ഞാൻ പറഞ്ഞ് ചാടിക്കുമ്പോൾ അനുസരണയില്ലാത്ത ചില സന്തതികൾ ചാടാതെ നിൽക്കും. അവരോട് ഞാൻ ആദ്യമേ പറയുന്നു, നിങ്ങൾ ചാടണം. മനസ്സിലായോ? അപ്പോൾ ചാടിക്കോ. റെഡി, 1 2 3. യേശുവേ യേശുവേ യേശുവേ. അപ്പോൾ അനുസരണയില്ലാത്ത ഒരു 20% ഉണ്ട്. അവരോട് ചാടണം. മനസ്സിലായ? ഒരു പ്രശ്നവും വരത്തില്ല, ഒരു പ്രശ്നവും വരത്തില്ല. ചാടിക്കോ. യേശുവേ യേശുവേ യേശുവേ. ഇനി കരങ്ങൾ ഉയർത്തി ഒന്ന് കൈയടിച്ച്, ശക്തമായിട്ടൊന്ന് കൈയടിച്ച്, നന്നായിട്ട് കരങ്ങളടിച്ച്, ശക്തമായിട്ട്. പോരാ, നന്നായിട്ട് കൈയടിച്ച്. വലിയ ദൈവമക്കളുടെ സന്തോഷത്തോടെ, വലിയ സന്തോഷത്തോടെ താളത്തിൽ കൈയടിച്ച്. ഒന്നാമത്തെ കാരണം, നമ്മൾ എന്തുകൊണ്ട് അനുദപിക്കണം? നാം ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. രണ്ടാമത്തെ കാരണം, വിശുദ്ധിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, വിശുദ്ധിക്ക് ഒരുപാട് പ്രതിഫലമുണ്ട്. അത് ദൈവമക്കൾ തിരിച്ചറിയണം. വിശുദ്ധി കൊണ്ട് നമുക്ക് ഏതടഞ്ഞ വാതിലിനെയും തുറക്കാൻ പറ്റും. വിശുദ്ധി കൊണ്ട് അടഞ്ഞ കവാടങ്ങളെ തുറക്കാൻ പറ്റും. വിശുദ്ധി കൊണ്ട് ഇരുമ്പ് വാതിലുകളെ തുറക്കാൻ പറ്റും. അത് പാപമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ സമ്പന്നത തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയാ. പുറകെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം എടുക്കുക. വിസ്ഡം 5:19. ജ്ഞാനം 5:19. ബൈബിൾ പറയുന്നു, വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. ഹോളിനെസ് ഈസ് ആൻ ഇൻവിൻസിബിൾ ഷീൽഡ്. ഒരിക്കലും പ്രതിരോധിക്കാനാവാത്ത, ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയാത്ത, ശത്രുവിന് നുഴഞ്ഞു കയറാൻ പറ്റാത്ത ആ പ്രതിരോധം, ആ ഇൻവിൻസിബിൾ ഷീൽഡ്, പരിചയാണ് എന്ത്? വിശുദ്ധി. ഹോളിനെസ് ഈസ് ആൻ ഇൻവിൻസിബിൾ ഷീൽഡ്. ഒന്നാമത്തേത് അതാണ്. വിശുദ്ധി അജയ്യമായ പരിചയാണ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. വിശുദ്ധി അജയ്യമായ പരിചയമാണ്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ, നമ്മൾ പാപം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ഒത്തിരി നന്മകൾ, ഒരുപാട് നന്മകൾ. അതിൽ പ്രധാനപ്പെട്ടൊരു നന്മയാണ്, നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. 15-ാം സങ്കീർത്തനം എടുത്തേ. 15-ാം സങ്കീർത്തനം അതാദ്യം മുതലൊന്ന് വായിക്കാവോ? സങ്കീർത്തനങ്ങൾ, സാംസ് 15, 15-ാം സങ്കീർത്തനം 1 മുതൽ വായിക്കാവോ? അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? അതായത് അങ്ങയുടെ കൂടെ ആര് ജീവിക്കും? അങ്ങയുടെ സാന്നിധ്യം ആർക്ക് കിട്ടും? അടുത്ത വാക്യം, നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? വിശുദ്ധിയുള്ളവർ അങ്ങയുടെ കൂടാരത്തിൽ വസിക്കും. യെശയ്യാ പ്രവചനം 33-ാം അധ്യായം. യെശയ്യാ പ്രവചനം 33-ാമത്തെ അധ്യായത്തിൽ വായിക്കേണ്ടത്, യെശയ്യാ 33-ൽ വായിക്കേണ്ടത് 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. യെശയ്യാ 33-ൽ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. വായിച്ചേ. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, അനീതി മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും. അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല. അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. ശ്രദ്ധിക്കാമോ? അതായത് തിന്മ ഉപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവൻ്റെ പ്രതിഫലം? എന്തൊക്കെയാണ് തിന്മകൾ? എന്തൊക്കെയാ തിന്മകൾ? ഇവിടെ പറഞ്ഞ തിന്മകൾ അതാണ് ആദ്യത്തേത്. ആ കൈക്കൂലിയാണ് ആദ്യത്തേത്. ആദ്യം അവനവന് ബന്ധപ്പെട്ടത് ആദ്യം പറയാതെ. അതല്ലേ ആദ്യത്തേത്. എന്താണ്? നീതിയുടെ മാർഗത്തിൽ ചരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അനീതി പ്രവർത്തിക്കാത്തവൻ. അടുത്തത് സത്യം സംസാരിക്കുന്നവൻ.
മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ. അപ്പോൾ ഈ നാളുകളിൽ ഒരുപാട് പേര് പ്രതിസന്ധി അനുഭവിക്കുന്നൊരു മേഖലയാണ് ഈ ഇൻ്റർനെറ്റിലുള്ള തിന്മയും അശുദ്ധിയും എല്ലാം. പോർണോഗ്രഫി, അശ്ലീലം. തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ. ഞാൻ തിന്മ കാണില്ല എന്ന് ദൈവകൃപയാൽ തീരുമാനിക്കുന്നവൻ. എന്താ അവൻ്റെ പ്രതിഫലം? എന്താ അവൻ്റെ പ്രതിഫലം? അവൻ ഉന്നതങ്ങളിൽ വസിക്കും. പ്രതിഫലം അത്. മനസ്സിലായോ? അവൻ ഉന്നതങ്ങളിൽ. ഓരോ കുമ്പസാരവും നമ്മുടെ കുടുംബത്തെ ഉയർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. ഓരോ കുമ്പസാരവും നമ്മുടെ ജീവിതത്തെ ദൈവം ഉയർത്തുന്ന വഴികളിലേക്ക് കൊണ്ടുപോകും. പറഞ്ഞേ ഹല്ലേലൂയ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വട്ടാലിച്ചൻ എനിക്കൊരു ഉപദേശം തന്നു. ഉപദേശം ഇതായിരുന്നു: മോനെ, കുമ്പസാരിച്ച് കുമ്പസാരിച്ച് കയറി വരാൻ പറഞ്ഞു. ഭയങ്കര വാക്കാണത്. കുമ്പസാരിച്ച് കുമ്പസാരിച്ച് കയറി വരാൻ. അന്ന് എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. അതായത് ഏറ്റവും മൈന്യൂട്ടായ തിന്മകൾ വരെ കണ്ടെത്തി ഏറ്റുപറഞ്ഞ് കയറി വരാൻ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, അത് വലിയ കാര്യമാണത്. പറയുകയാണ്, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. അടുത്ത വാക്യം, ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധം ഉറപ്പിക്കും എന്ന് പറഞ്ഞാൽ അവന് ചുറ്റും വലിയ കോട്ട. ശിലാദുർഗം എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകൾ കൊണ്ട് തീർത്ത കോട്ട, വലിയ പർവ്വതങ്ങൾ തീർക്കുന്ന കോട്ട, സംരക്ഷണം. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധം ഉറപ്പിക്കും. നമ്മൾ ഓർത്തിരിക്കണം, പാപത്തിൽ ജീവിക്കുന്ന ഓരോ സമയത്തും വി ആർ പ്രോൺ ടു അറ്റാക്ക്. നമ്മൾ ആക്രമണത്തിന് എല്ലാ സാധ്യതകളും തുറന്നിടപ്പെട്ടവരാണ്. ഏത് സമയത്തും നമ്മുടെ ജീവിതം നശിക്കാം, ഏത് സമയത്തും കുടുംബം തകരാം. അതങ്ങനെയാണ്. നാം വഴുക്കുന്ന വരമ്പിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നാം തെന്നി വീഴാൻ സാധ്യതയുള്ള ഇടവഴികളിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് പാപത്തിൻ്റെ പ്രശ്നം. എന്താ പ്രശ്നം? അത് പാപം നമ്മളെ നാശത്തിലെത്തിക്കും. അപ്പോൾ അതുകൊണ്ട് പാപം ഉപേക്ഷിക്കുമ്പോൾ അവൻ ശിലാദുർഗങ്ങളാൽ പ്രതിരോധം ഉറപ്പിക്കും. അടുത്ത വാക്യം, അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല. സാമ്പത്തിക മേഖലയാണത്. അവന് ദാഹജലം കിട്ടും, തീർച്ചയാണ്. സാമ്പത്തിക മേഖലയാണ്, വരുമാനത്തിൻ്റെ വഴികളാണ്. വിശുദ്ധി നിങ്ങൾക്ക് സുസ്ഥിരമായ ഒരു ജീവിതം കൊണ്ട് തരും. വിശുദ്ധി നമുക്ക് നിലനിൽക്കുന്ന, അതായത് മദ്യപാനം ഉപേക്ഷിക്കുമ്പോൾ, പുകവലി ഉപേക്ഷിക്കുമ്പോൾ, ലഹരി ഉപേക്ഷിക്കുമ്പോൾ, തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ, അവിഹിത മാർഗങ്ങളിൽ നിന്ന് മാറാൻ തീരുമാനിക്കുമ്പോൾ, മാനസാന്തരത്തിലേക്ക് ഹൃദയത്തെ തിരിക്കുമ്പോൾ, അതുവഴി ആ ഒരൊറ്റ കാരണം കൊണ്ട് കുടുംബം സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കും. ഇത് ദൈവവചനമാണ്. ഇതിന് മാറ്റമില്ല, ഇതിന് മാറ്റം ഉണ്ടാവില്ല. അതായത് വിശുദ്ധിക്ക് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതാണ് പറയുന്നത്, അവൻ ഉന്നതങ്ങളിൽ, അവന് ദാഹജലം കിട്ടും, തീർച്ചയാണ്. അവൻ്റെ ആഹാരം മുടങ്ങില്ല. അവന് വേണ്ടി ദൈവം വഴി തുറക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന്, ഇപ്പോൾ ആളുകൾ പരക്കം പായുന്ന കാലമല്ലേ, പരക്കം പായുകയാണ്. എന്ത് ചെയ്താൽ അനുഗ്രഹം പ്രാപിക്കാം, അതിനെവിടെയും പോകാൻ തയ്യാറാണ്. എത്ര ദൂരം വേണേലും പോകാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരിടത്തും പോവണ്ട. തിരുവനന്തപുരത്തും വരണ്ട, കാസർഗോഡും പോകണ്ട, ഒരിടത്തും വരണ്ട. വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ പിന്നെ നിങ്ങൾ ഈ അലഞ്ഞു നടപ്പ് അതോടെ അവസാനിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഇന്നലെ ഞാൻ എന്തോ ഒരു കട്ടിയുള്ള കാര്യം പറഞ്ഞായിരുന്നു. എന്തായിരുന്നു എന്തോ നിങ്ങൾ ശ്രദ്ധിക്കാമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞു ഇന്നലെ? എനിക്ക് വല്ല ഉഗാണ്ടയ്ക്കും പോകാനൊക്കെ തോന്നുന്നു ഇപ്പോഴാണ്. അതെ, മനസ്സിൻ്റെ നവീകരണം, ശരീരത്തിൻ്റെ, അതാണ്. അപ്പോൾ ഇന്ന് ഞാനിത് ഒത്തിരി കട്ടിയുള്ളൊരു സാധനം പറയാൻ പോവാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഒരുപാട് തവണ കേട്ടിട്ടുള്ളൊരു വചനമാണ്, നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറഞ്ഞു തരാൻ പോവാണ്. സാധാരണഗതിയിൽ ഞാൻ ഇത്തിരി ടിക്കറ്റൊക്കെ വെച്ചാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നിങ്ങളായതുകൊണ്ട് മാത്രം ഫ്രീ ആയിട്ട് പറഞ്ഞു തരികയാണ്. അതായത് ആ രഹസ്യം ഇതാണ്, ആ സൗജന്യമായിട്ട് തരാൻ പോകുന്ന വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നിസ്സാരമല്ല. അതായത് നമ്മുടെ പ്രാർത്ഥനകളിൽ ഒട്ടുമിക്ക ഭാഗവും അപഹരിക്കുന്നത് എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നിങ്ങൾ അട്ടപ്പാടി പോയപ്പോൾ അവിടുന്ന് ഒരു പ്രാർത്ഥനാ പുസ്തകം വാങ്ങിച്ചു, അണക്കരയിൽ നിന്ന് വേറൊരു പുസ്തകം വാങ്ങിച്ചു, കൃപാസനത്തിൽ നിന്ന് വേറൊരു പുസ്തകം വാങ്ങിച്ചു, പിന്നെ എല്ലായിടത്തുനിന്ന് വേളാങ്കണ്ണിയിൽ നിന്ന് വേറൊരു പുസ്തകം വാങ്ങിച്ചു,
ഒത്തിരി പ്രാർത്ഥനാ പുസ്തകങ്ങൾ വീട്ടിലുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ കുടുംബ പ്രാർത്ഥന വെറുത്തത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം ചേച്ചിമാർക്ക് ഒരു രഹസ്യം. ഒരുപാട് യൂത്ത് കുടുംബ പ്രാർത്ഥന വെറുത്ത എങ്ങനെയാണെന്നറിയാമോ? ഈ ലോകത്ത് എവിടെല്ലാം പോയാലും അവിടെ നിന്നെല്ലാം ചേച്ചി ഒരു പ്രാർത്ഥനാ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് വൈകിട്ട് 4:30 തുടങ്ങുന്നത്, രാത്രി 11:30 തീരുന്നത്. പിള്ളേർ പ്രാർത്ഥനയും വെറുത്തു, പള്ളിയെയും വെറുത്തു, പട്ടക്കാരൻ്റെയും വെറുത്തു, ധ്യാനകേന്ദ്രത്തെയും വെറുത്തു, വചനത്തെയും വെറുത്തു, യൂട്യൂബിനെയും വെറുത്തു. രാവിലെ തുടങ്ങുക പ്രാർത്ഥന. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ചേട്ടന്മാരൊക്കെ വേറെ കൂടുതൽ ഷിഫ്റ്റ് എടുത്ത് ജോലി ചെയ്യുകയാണ് വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടി. കാരണം ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥന. ഞാനൊരു രഹസ്യം പറയട്ടെ നിങ്ങളോട്. അതായത് അങ്ങനെ വാരി വലിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ലോകത്തൊരു സുവിശേഷകരും നിങ്ങളോട് ഇത് പറയാൻ പോകുന്നില്ല. ഇങ്ങനെ വാരി വലിച്ച് പ്രാർത്ഥിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ഈ പ്രാർത്ഥന എല്ലാം ചൊല്ലുന്നത് ദൈവത്തിന് മഹത്വം കൂടിക്കോട്ടെ എന്ന് ഓർത്തൊന്നുമല്ലല്ലോ. നമ്മുടെ ആ കാര്യം കൂടെ നടക്കാനല്ലേ ഈ സ്പെഷ്യൽ പ്രയറിലൂടെ ആഡ് ചെയ്തത്. സത്യം പറ. അതെനിക്ക് മനസ്സിലായി. അതായത് ദൈവത്തിന് മഹത്വവും ദൈവരാജ്യം വളരട്ടെന്ന് ഓർത്തിട്ടൊന്നുമല്ലല്ലോ. കാസർഗോഡ്, കോഴിക്കോട് കുറച്ച് പേരോട് യേശുവിനെ അറിയട്ടെന്ന് ഓർത്തിട്ടൊന്നും അല്ലല്ലോ. അല്ല, അതെന്താണ്? നമ്മുടെ ആ കൊച്ചിൻ്റെ ഐൽസിൻ്റെ കാര്യം, OET കാര്യം, പിന്നെ കാനഡയിൽ പോകുന്ന കാര്യം, കല്യാണം, വീട്, വസ്തു, വാഹനം, വായ്പ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് അതിനുവേണ്ടി ആ പ്രാർത്ഥന, ഇതിനുവേണ്ടി ഇവിടെ ചെന്നപ്പോൾ ഈ പ്രാർത്ഥന കിട്ടി, ഡാനിലച്ഛൻ ഈ പ്രാർത്ഥന പറഞ്ഞു തന്നു, പിന്നെ ആ അച്ഛൻ ഈ പ്രാർത്ഥന പറഞ്ഞു തന്നു, ഈ അച്ഛൻ ഈ പ്രാർത്ഥന പറഞ്ഞു തന്നു. അങ്ങനെ പ്രാർത്ഥനയാണ്. കേട്ടോണേ. അപ്പോൾ ഇതാ നിങ്ങൾക്കുള്ള സുവിശേഷം. അങ്ങനെ ഈ വാരി വലിച്ചുള്ള എല്ലാ പ്രാർത്ഥനകളും തെറ്റിദ്ധരിക്കത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം. അതായത് ആവശ്യമില്ലാത്ത പ്രെയർ ബുക്ക് എല്ലാം കത്തിച്ചേക്കണം. തെറ്റിദ്ധരിക്കരുത്. അതായത് അതിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞ ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത്. എനിക്കറിയാം ഞാൻ തെറ്റിദ്ധരിക്കപ്പെടും, എന്നാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഈ ജനം വളരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനിത് പറയുന്നു. പറഞ്ഞ ഹല്ലേലൂയ. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നു ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന എല്ലാം ചൊല്ലിയാൽ ഇത് ശരിയാവുമെന്ന്. നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പോകരുത്. ഞാനിത് പറയുമ്പോൾ ആ വിശ്വാസം പോയാലും എനിക്ക് കുഴപ്പമില്ല. അത് ശരിക്കുള്ള വിശ്വാസമല്ല. ഞാനിത് പറയുമ്പോൾ കുറേ പേരുടെ വിശ്വാസം പോകും. അത് ശരിക്കുള്ള വിശ്വാസമല്ല, അത് പൊക്കോട്ടെ, സാരമില്ല. അത് ശരിക്കുള്ള വിശ്വാസം അല്ലാത്തതുകൊണ്ട് അതിനെ ഞാൻ നശിപ്പിക്കാൻ പോവാണ്. കേട്ടോ? അതായത് ഒരുപാട് ആളുകളുടെ സാക്ഷ്യം നമ്മൾ കേൾക്കുന്നുണ്ട്, പലയിടത്തുനിന്നും കേൾക്കുന്നുണ്ട്. സാക്ഷ്യം കേൾക്കുന്നത് മുഴുവൻ കാര്യങ്ങൾ നടന്നവരുടെയാണ്. കാര്യങ്ങൾ നടക്കാത്തവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോകത്തെവിടെല്ലാം സാക്ഷ്യം പറയുന്നുണ്ടോ അവിടെല്ലാം കാര്യങ്ങൾ നടന്നവരുമുണ്ട്, നടക്കാത്തവരുമുണ്ട്. ഉണ്ടെന്ന്. കാര്യങ്ങൾ നടക്കാത്തവരെ കുറിച്ച് ആരും പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. പബ്ലിസിറ്റി മുഴുവൻ കാര്യം നടന്നവരുടെ നല്ലതാണ്, ഞാനതിനെതിരല്ല. പക്ഷേ അതേ സമയത്ത് കാര്യം നടക്കാത്ത 1000 പേര് പ്രാർത്ഥിക്കുമ്പോൾ 500 പേരുടെ കാര്യം നടന്നു കാണാം, 500 പേര് നടക്കാത്തയുണ്ട്. ഉണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ 500 പേര് അവിടെ നടക്കാത്തയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് സ്പെഷ്യൽ പ്രയർ ചൊല്ലിയാലും നടക്കാത്ത കാര്യങ്ങളുണ്ട്. ഉണ്ട്. മനസ്സിലായി? എന്ത് സ്പെഷ്യൽ പ്രയർ ചൊല്ലിയാലും ചില കാര്യങ്ങൾ നടക്കത്തില്ലായിരിക്കും. എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യവും മുടങ്ങിപ്പോവത്തില്ല. അതിന് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. ഈ പ്രയറൊക്കെ മാറ്റും. അതിന് ഞാൻ വഴി പറഞ്ഞുതരാം. ഒരു കാര്യവും നിനക്ക് ഇന്ന് വൈകിട്ട്, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പറയുന്നില്ല ഞാൻ, അല്ല ഇന്ന് വൈകിട്ട് നിനക്ക് ഇത് കഴിയുമ്പോൾ ചിക്കൻ ബിരിയാണി വേണ്ടതെങ്കിൽ അത് അവിടെ എത്തും, നിന്റെ ഫ്രണ്ടിലെത്തും. അതിനൊരു വഴിയുണ്ട്. ഒരു കാര്യത്തിന്, അതായത് ദൈവം യഥാർത്ഥത്തിൽ നമ്മൾ ഇടേണ്ട ഉടുപ്പ്, നമ്മൾ പോകേണ്ട വണ്ടി, നമ്മൾ ജീവിക്കേണ്ട സ്ഥലം, ഇതെല്ലാം കറക്റ്റായിട്ട് ദൈവം ക്രമീകരിച്ച്, ദൈവം എല്ലാം നമുക്ക് കരച്ചിൽ വരുന്നത് പോലെ ദൈവം നമ്മളെ താങ്ങി നടത്തി സംരക്ഷിക്കുന്നൊരു വഴിയുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അതിന് ഈ അലച്ചിലുകൾ അവസാനിപ്പിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അതിന് കർത്താവ് പറഞ്ഞു, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കണം. അതെന്താ? നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, കൊന്തയൊല്ലണം, കൺവെൻഷന് വരണം, ഇതൊക്കെയാണ്. അതല്ലത്. എന്താണ് ദൈവരാജ്യം, എന്താണ് ദൈവനീതി? വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കാര്യത്തിന്, എന്നെ വിശ്വസിച്ചോ, ഒരു കാര്യത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വരില്ല. പ്രാർത്ഥിക്കണ്ട. ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്തിനാ? വിശുദ്ധിക്ക് വേണ്ടി, ആ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി, കുർബാനയുടെ അനുഭവം, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി. അല്ലാതെ വേറെ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്,
നിങ്ങളോട് ഞാൻ പറയുകയാണ്, ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം വേണ്ടി വരുന്ന ഒരു സുവിശേഷ വേലയിൽ ഏർപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരു തരി വരുമാനമില്ല. ഉണ്ടായിരുന്ന വരുമാനം കോളേജിലെ ജോലിയായിരുന്നു, അത് കളഞ്ഞു. ഒരു 50 പൈസയുടെ വരുമാനം, ഇൻകം ഇല്ല എന്ന് പറഞ്ഞാൽ വരുമാനത്തിന് ഒരു വഴിയില്ല. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകുന്ന വിവിധങ്ങളായ ശുശ്രൂഷകൾ നടക്കുന്ന ഒരു ശുശ്രൂഷയുടെ ഒരാളാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ പൈസയ്ക്ക് വേണ്ടി ആരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് സമയാസമയത്ത് ദൈവം നമ്മുടെ വീട്ടിലെത്തിച്ചു തരും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ അവിടെ എത്തിച്ചു തരും. എവിടെയും പോയി വാങ്ങിക്കണ്ട, അവിടെ എത്തിച്ചു തരും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ വിശ്വസ്തനായൊരു ദൈവമുണ്ട്. ആ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിച്ചാൽ മതി. അപ്പോൾ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവരാജ്യം, എന്താണ് ദൈവനീതി? മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. അമേരിക്കയിൽ ഇവിടെ റോഡിൻ്റെ ഏത് വശത്താണ് വണ്ടി ഓടിക്കുന്നത്? ഇന്ത്യയിൽ റോഡിൻ്റെ ഏത് സൈഡിലാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ? ലെഫ്റ്റ്. അപ്പോൾ ഇന്ത്യയിൽ ലെഫ്റ്റ് ആണ് റൈറ്റ്. ഇന്ത്യയിൽ ലെഫ്റ്റ് ഈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റിൽ ഓടിക്കുന്നതാണ് റൈറ്റ്. ശരിയല്ലേ? അപ്പോൾ ഇന്ത്യയിൽ ലെഫ്റ്റ് ആണ് റൈറ്റ്. നമ്മൾ അമേരിക്കയിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റോഡിൻ്റെ ഇടതുവശത്തൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിക്കാൻ പറ്റി? എന്താ സംഭവിച്ചതെന്നറിയാൻ ബോധം കാണത്തില്ല. അതായത് ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ ആശുപത്രിയാവും, അല്ലെങ്കിൽ പോലീസ് പിടിക്കും. റോഡിൻ്റെ ഇടതുവശത്തൂടെ. അപ്പോൾ പോലീസ് പിടിച്ചപ്പോൾ അമേരിക്കൻ പോലീസ് പിടിച്ചിട്ട് ചോദിച്ചു, ഇനി എന്താ ഈ കാണിച്ചതെന്ന് ചോദിച്ചു. റോഡിൻ്റെ ഇടത് റോങ് സൈഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, റോങ് സൈഡല്ല, ഇൻ ഇന്ത്യ ലെഫ്റ്റ് ഈസ് റൈറ്റ്. അപ്പോൾ അമേരിക്കൻ പോലീസുകാരൻ എന്നോട് ഇങ്ങനെ മറുപടി പറയും, അത് ഇന്ത്യയിൽ അമേരിക്കയിൽ റൈറ്റ് ഈസ് റൈറ്റ്. അപ്പം ഞാൻ പറയും, അയ്യോ അതെന്തുകൊണ്ടാണ്? അതെന്താണ്? അപ്പോൾ ഉടനെ അമേരിക്കൻ പോലീസ് ഇങ്ങനെ പറയും, ഇന്ത്യ വേറൊരു രാജ്യമാണ്, ആ രാജ്യത്തിന് വേറൊരു നിയമമാണ്. അമേരിക്ക വേറൊരു രാജ്യമാണ്, ആ രാജ്യത്തിന് വേറൊരു നിയമമാണ്. അപ്പം രാജ്യം മാറുന്നതിനനുസരിച്ച് നിയമം മാറും. ശ്രദ്ധിക്കുന്നുണ്ടോ? രാജ്യം മാറുന്നതിനനുസരിച്ച് നിയമം മാറും. ഈ രാജ്യത്തിലെ നിയമം ആ രാജ്യത്ത് ബാധകമാവണമെന്നില്ല. ഈ രാജ്യത്തിലെ നിയമവും കൊണ്ടുപോയാൽ ആ രാജ്യത്ത് ജയിലിൽ കിടക്കാൻ സാധ്യതയുണ്ട്. ഉപമയാണ്, ശരിക്കും മനസ്സിലാക്കണം. ഈ ലോകരാജ്യത്തിൻ്റെ നിയമമല്ല ദൈവരാജ്യത്തിൻ്റെ നിയമം, അത് വേറെയാണ്. കർത്താവ് പറയാണ്, ഈ രാജ്യത്തിൻ്റെ നിയമം വിട്ടിട്ട്, ഈ രാജ്യത്തിൻ്റെ നിയമമോ ഈ ലോകപ്രകാരമുള്ള ഒരു ജീവിതമോ വിട്ടിട്ട് ദൈവം പറഞ്ഞ നിയമം അനുസരിച്ചാൽ അതാണ് ദൈവനീതി. കണ്ടോ? രാജ്യവും നീതിയും സമം, രാജ്യവും രാജ്യത്തിൻ്റെ നിയമവും. ഇപ്പൊ പിടികിട്ടുന്നുണ്ട് എന്താണ്? അല്ലാതെ പള്ളി പോകുന്നതും കൊന്തയിൽ നിന്നും മുട്ട നിൽക്കുന്നൊന്നല്ല ഈ പറയുന്നേ. മറിച്ച് ദൈവരാജ്യത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും ആ രാജ്യത്തിലെ രാജാവിനെ നിന്റെ രാജാവായി സ്വീകരിക്കുകയും ചെയ്താൽ നിനക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോ ദൈവരാജ്യത്തിൻ്റെ നീതി അതെന്താ? അതാണ് മത്തായി തുറക്കരുത് മത്തായി 5:6-7. ദൈവരാജ്യത്തിൻ്റെ നീതി. നിങ്ങൾ കേട്ടിട്ടുണ്ട് കൊല്ലരുത്, ഞാൻ നിങ്ങളോട് പറയുന്നു കോപിക്കരുത്. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ, ആ രാജ്യത്തിൻ്റെ നിയമങ്ങളാണിത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിച്ച് അവനെ പ്രഷർ ചെയ്ത് തിരിച്ചു വാങ്ങിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു തിരിച്ച് ചോദിക്കരുത്. ആ രാജ്യത്തിൻ്റെ ലോ വേറെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ കരണത്തടിച്ചവനെ കുനിച്ച് നിർത്തി ഇടിക്കണം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു. ആ രാജ്യത്തിൻ്റെ നിയമമാണത്. നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഇപ്പം നിസ്സാരമല്ലെന്ന് മനസ്സിലായോ? ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരായാൽ, ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാൻ കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ദേ എഴുതി വെച്ചോ. ലോകത്തുള്ള എല്ലാ പ്രാർത്ഥനാ പുസ്തകങ്ങളും നിങ്ങൾക്ക് മാറ്റിവെക്കാം.
നിങ്ങൾക്ക് ഭൗതിക ആവശ്യത്തിന് വേണ്ടി ഇനി ആ പ്രാർത്ഥനാ പുസ്തകങ്ങൾ തുറന്ന് ഓരോ പ്രാർത്ഥനയായിട്ട് ചൊല്ലേണ്ട ആവശ്യം വരില്ല. സകലതും ദൈവം ഏറ്റെടുത്തിരിക്കും, സ്വർഗം ഏറ്റെടുത്തിരിക്കും, ദൈവം പ്രവർത്തിച്ചിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധിക്ക് വേണ്ടി ഒരു വ്യക്തി തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ്റെ സകല കാര്യങ്ങളും ദൈവം ഏറ്റെടുക്കാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ മനസ്സിലായോ? അല്ലാതെ കാര്യസാധ്യത്തിന് വേണ്ടി ഓടിയാൽ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളുടെ വിശ്വാസം പോകരുത്, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി ഓടിയ പ്രശ്നം, ഇന്ന് തലവേദന മാറും, നാളെ നടുവേദന വരത്തില്ലേ? എൻ്റെ ചേച്ചി, എന്തായാലും ഇതൊരു യന്ത്രമാണ്. ആണോ? യന്ത്രമാകുമ്പോൾ അതിന് കേടുണ്ടാവും, പഴക്കമുണ്ടാവും, കുറേ കഴിയുമ്പോൾ ഇതെല്ലാം തേയും. നമ്മളിനി കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം അവിടെ ഇവിടെയെല്ലാം തേഞ്ഞ് തീരാറായി. പ്രായമാകുമ്പോൾ അനുസരിച്ച് അല്ലേ, 72 വയസ്സുണ്ട്, വന്ന് എന്നോട് കരഞ്ഞുകൊണ്ട് വന്ന് പറയുകയാണ്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛാ, എൻ്റെ കണ്ണെ തൊട്ട് പ്രാർത്ഥിക്കുക, കണ്ണ് കാണുന്നില്ല. എനിക്ക് പറയണമെന്നുണ്ട്. അമ്മച്ചി അത് അങ്ങനെയാണ്, ഞാനായാലും 65 കഴിയുമ്പോൾ ഇങ്ങനെ ആവും അമ്മച്ചി. അതിനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് കാഴ്ച കിട്ടാനൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഈ യന്ത്രം പഴകി തുടങ്ങി, പഴകിയെന്ന്. അപ്പൊ ഇന്നിപ്പോൾ തലവേദന മാറിയാലും നാളെ എന്ത് വരും? നടുവേദന വരും, പിന്നെ പുറം വേദന വരും, പിന്നെ ആമവാദം വരും, പിന്നെ ഊമവാദം വരും, പിന്നെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത എത്രയോ ഇപ്പോഴത്തെ കോവിഡൊക്കെ എന്താന്ന് പോലും അറിഞ്ഞുകൂടാ. കണ്ടുപിടിച്ചിട്ടില്ലാത്ത എത്രയോ രോഗം. ഞാൻ പറയുന്ന രോഗികൾ സുഖപ്പെടേണ്ടെന്നൊന്നുമല്ല പറയുന്നത്, ശരിക്കും മനസ്സിലാക്കണം. ഇതൊക്കെ വരുമെന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ. എന്നാൽ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഈ കാര്യങ്ങളെക്കാൾ അധികം എന്ത് പ്രാർത്ഥിക്കണം? കർത്താവേ, എനിക്ക് വിശുദ്ധി വേണം, എനിക്ക് കുറെ കൂടെ നന്നാവണം. ഞാൻ ഈ പ്രാർത്ഥനക്കാരൻ എന്ന് പറഞ്ഞ് നടന്നിട്ട് മനുഷ്യർ എല്ലാ പ്രാർത്ഥനക്കാരെയും വെറുക്കാൻ കാരണം എൻ്റെ ജീവിതം കണ്ടിട്ട്. പ്രാർത്ഥനക്കാരെ മുഴുവൻ ആളുകൾക്ക് വെറുപ്പാണ്. കെട്ടിയോൻ പള്ളി വരുന്നത് നിർത്തി ചേച്ചിയുടെ പ്രാർത്ഥന കൂടിയത് നിമിത്തം. കാരണം അല്ലേ, ഭർത്താവിൻ്റെ പ്രാർത്ഥന കൂടിയ നിമിത്തം ഭാര്യ ദൈവത്തെയും വെറുത്ത് നിരീശ്വരവാദിയായി രവിചന്ദ്രൻ്റെ ഗ്രൂപ്പിൽ അംഗമായി. കാരണം പ്രാർത്ഥന മൂത്തിട്ട്. എന്താ കാര്യം? സ്വഭാവത്തിൽ ഒരു വ്യത്യാസമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് ഈ കേരളത്തിന് വെളിയിലൊരു സ്ഥലത്ത് നിന്നൊരു സഹോദരി ഒരു ഇംഗ്ലീഷ് ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. അപ്പോൾ വന്നിട്ട് ആ സഹോദരി വന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തിയിട്ട് കരയുക. ഞാൻ വിചാരിച്ചു എന്തോ വലിയ സങ്കടമായിരിക്കും. കരച്ചിൽ എന്തോ സന്തോഷം കൊണ്ട് കരഞ്ഞാ. അല്ല അച്ഛാ, അച്ഛനെ ഞാൻ കാണാതിരിക്കായിരുന്നു. അയ്യോ കാണാതിരിക്കും അച്ഛാ. ഞാൻ പറഞ്ഞു, എന്നെ ഇത്ര എക്സൈറ്റ്മെൻറ്റ്, ഞാനൊരു പൊട്ടൻ, ഞാനൊരു ഭാവി, എന്നെ കാണുന്നതിന് എന്തിനാ ഇത്ര എക്സൈറ്റ്മെൻറ്റ്? ഉടനെ എൻ്റെ അടുത്ത് പറയാണ്, അച്ഛാ എനിക്ക് അച്ഛനെ മാത്രമല്ല സകലമാന അച്ഛന്മാരോടും പിണക്കാരും. അപ്പോൾ എൻ്റെ സിസ്റ്റർ എനിക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോസ് അയച്ചു തരും, അച്ഛൻ്റെയും വേറെ അച്ഛന്മാരുടെയൊക്കെ. ഞാൻ അപ്പം തന്നെ അത് തള്ളിക്കളയും. അമ്മമാർക്കൊന്നും ഒരു പണിയില്ല എന്ന് ഓർത്തിട്ട് തള്ളിക്കളയും. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ കുടുംബം വളരെ ഒരു വേദനാജനകമായ സന്ദർഭത്തിലൂടെ കടന്നു പോവാണ്. എനിക്ക് ഒരാളോട് ഭയങ്കര വൈരാഗ്യം, എനിക്ക് ക്ഷമിക്കാനും അത് കാരണം എൻ്റെ കുടുംബജീവിതം ആകെ തകരുന്ന ഒരവസ്ഥയിലായി, മരണത്തിൻ്റെ മുമ്പിലെത്തി. അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ എൻ്റെ സിസ്റ്റർ എനിക്ക് ഇതാ അച്ഛൻ്റെ ഒരു ലൈവ് പ്രോഗ്രാം അയച്ചു തന്നു. ഇതൊന്ന് കാണാൻ പറഞ്ഞിട്ട് പിന്നെയും ദൈവമേ ഇത് എന്താണാവോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ വചനം കേട്ടതാണ്. എൻ്റെ അച്ഛ, ഞാൻ അന്ന് വചനം കേട്ടതോടുകൂടി എനിക്ക് ആ വ്യക്തിയോടുണ്ടായിരുന്ന വൈരാഗ്യം സമ്പൂർണ്ണമായിട്ട് വിട്ടുപോവുകയും അതിനുശേഷം എൻ്റെ ഭർത്താവ് അവരുടെ അടുത്ത് പോകാമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്ത്. എൻ്റെ അച്ഛ, എൻ്റെ ഭർത്താവ് കുടുംബ പ്രാർത്ഥനയ്ക്ക് വരികയോ പള്ളി റെഗുലറായിട്ട് വരികയോ ഒന്നും ചെയ്യുന്ന ആളല്ലായിരുന്നു. എൻ്റെ ഈ മാറ്റം കണ്ടിട്ട് എൻ്റെ ഭർത്താവിന് ഭയങ്കര വ്യത്യാസവും പ്രാർത്ഥനയും താല്പര്യവും. നല്ല ചോക്ക്, ഇതാണ് യഥാർത്ഥത്തിൽ ഭക്തരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അല്ലാതെ കുറേ പ്രാർത്ഥനക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് സംഭവം? അവരുടെ പ്രാർത്ഥന കൂടിയിട്ട് സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും ഇല്ല, കോപത്തിനൊരു കുറവുമില്ല, അസൂയയ്ക്ക് യാതൊരു കുറവുമില്ല, പച്ച വെള്ളം കൊടുക്കത്തില്ല. അമ്മായിമ്മ ഇപ്പോഴും ഇരുട്ട് മുറിക്കാത്തിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭർത്താവിനോടൊരു കരുണയും സ്നേഹമില്ല, അയൽവക്കക്കാരോടൊരു കരുണയില്ല. എപ്പോഴും മീൻ കഴുകിയ വെള്ളം അപ്പുറത്തെ പറമ്പിൽ തന്നെയാണ് ഇപ്പോഴും ഒഴിക്കുന്നത്. പ്രാർത്ഥന മൂത്ത അല്ലാതെ ഈ സ്വഭാവത്തിനൊന്നും യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. അതുകൊണ്ട് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അപ്പൊ പിടി കിട്ടിയോ എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് വായിക്കാം. വായിച്ചുകൊണ്ടിരുന്ന ഏതാണ്? യെശയ്യാ 33 വായിക്കാം. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ,
തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ. അവൻ ഉന്നതങ്ങളിൽ വസിക്കും, ശിലാദുർഗങ്ങളാൽ പ്രതിരോധമുറപ്പിക്കും. അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല, അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. 17-ാമത്തെ വാക്യം, രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ നിന്റെ കണ്ണുകൾ ദർശിക്കും. ദൈവത്തെ കാണും, ദൈവത്തെ കാണാൻ പറ്റും. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ദൈവത്തെ കാണാൻ പറ്റും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വചനം കേൾക്കുമ്പോഴെല്ലാം വിശുദ്ധിക്ക് വേണ്ടി വലിയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അടുത്ത വാക്യം, അടുത്ത വചനം തിമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. 2 തിമോത്തി 2-ാം അധ്യായം 20 മുതലുള്ള തിരുവചനം. 2 തിമോത്തി 2-ാം അധ്യായം 20 മുതൽ വായിക്കാം. ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും. അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഉറക്കെ വായിക്ക്. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിച്ചാൽ, തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമായി മാറും. അതായത് വിശുദ്ധി, നമ്മൾ വിശുദ്ധിയിൽ വളർന്നാൽ ദൈവം നമ്മെ ദൈവത്തിൻ്റെ പദ്ധതിയിലെ വലിയ കാര്യങ്ങൾക്കായി നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉപയോഗിക്കും. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മയും നമ്മുടെ കുടുംബം. എനിക്ക് മനസ്സിലായി, എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇതൊന്നും സത്യം അഭിപ്രായമായിട്ട് എടുത്താൽ മതി. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അതായത് ഈ ചില സ്ത്രീകൾ അവരുടെ ചെറുപ്പത്തിലെ ഒന്നുകിൽ ഭർത്താവ് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയോ ചെയ്ത ചില സ്ത്രീകൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഈ ഭർത്താവ് ഉപേക്ഷിക്കുകയോ ഭർത്താവ് മരിക്കുകയോ ചെയ്തപ്പോൾ അവർ ചെറുപ്പമായിരുന്നു, അവർക്ക് 1-2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും എല്ലാം അവരെ നിർബന്ധിച്ചു വേറെ കല്യാണം കഴിക്കാൻ. പക്ഷെ അവരെന്ത് ചെയ്തു? ഇനി ഒരു കുടുംബജീവിതം വേണ്ടാന്ന് തീരുമാനിച്ച് ആ പരിത്യാഗം ഏറ്റെടുത്ത് ഇനി ഒരാളുടെ സംരക്ഷണവും സ്നേഹവും കരുതലും ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ജീവിച്ചു. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ജീവിച്ചു. ഞാൻ ഇങ്ങനെയുള്ള മനുഷ്യരിൽ, ഇങ്ങനെ ജീവിതം വ്യയം ചെയ്ത, ജീവിതം ബലി കൊടുത്ത ചില സ്ത്രീകൾക്ക് ദൈവം കൊടുത്ത സമ്മാനം എന്താണ്? ആ സമ്മാനമാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്, വിശുദ്ധരായ കുഞ്ഞുങ്ങൾ. വിശുദ്ധരായ കുഞ്ഞുങ്ങൾ. ഞാൻ ചില വിശുദ്ധരായ മക്കളെ കണ്ടിട്ട് ദൈവമേ, എങ്ങനെയാണ് ഈ കറകളഞ്ഞ മക്കളായിട്ട് ഇവർ മാറിയത്? ഇവരെങ്ങനെയാണ് ഇത്രയും ഹോളിയായിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, അവരുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ത്യാഗം ചെയ്ത ഒരമ്മയോ ഒരപ്പനോ ഉണ്ടാവും. ഇത് എങ്ങനെ, ഞാൻ അതിനെ പോപ്പുലറൈസ് ചെയ്യൊന്നുമല്ല, അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല. നിങ്ങൾ ജീവിത പങ്കാളി മരിച്ചാൽ വേറെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അതായത് ചില മനുഷ്യരെന്ത് ചെയ്തു? അവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ ഈ ദുരന്തത്തെ ഏറ്റെടുത്തു. അവർ തീരുമാനിച്ചു, ഇനി ഒരു കുടുംബജീവിതം മോശമായതുകൊണ്ടല്ല, ഇനി ഒരു കുടുംബജീവിതം വേണ്ട, ഇനി ആരുടെയും കരുതലും സ്നേഹവും സംരക്ഷണവും കിട്ടണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടല്ലോ. അതല്ലേ ഈ കുടുംബജീവിതത്തിൽ ഒരാൾ ആഗ്രഹിക്കുന്നത്, ഒരാളുടെ പ്രൊട്ടക്ഷൻ. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ തീരുമാനിക്കുകയാണ് ഒരു കരുതൽ, സംരക്ഷിക്കാൻ ഒരാൾ. ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട്, എനിക്കറിയാം ചില മനുഷ്യർ, ഞാൻ ചില മുഖങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത്. അവരെന്ത് ചെയ്തു? അവർ ദൈവത്തെ മാനിച്ചും ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സ്നേഹിച്ചും ജീവിച്ചു. എന്താ അതിൻ്റെ? 25, 26, 27, 28 വയസ്സൊക്കെയുള്ള മക്കളുണ്ട് ഇപ്പോൾ അവർക്ക്. എന്തോ ഒരു കറകളഞ്ഞ പിള്ളേരാണെന്നറിയാതെ, എന്തൊരു ഹോളിയായ മക്കളാണത്. അപ്പം ഞാൻ ആലോചിച്ചു നോക്കി, ഇവരൊക്കെ നഗരത്തിലെ ഏറ്റവും വലിയ മാലിന്യം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വിദ്യാലയങ്ങളിൽ പഠിച്ചവരും അതുപോലെയുള്ള കോളേജുകളിൽ പഠിച്ചവരും അതുപോലെ പാപത്തോട് ഒത്തിരിയും എക്സ്പോസ്ഡ് ആവാൻ പറ്റിയ എൻവയോൺമെൻറ്റുകളിൽ ജീവിച്ചവരുമാണ് ഈ മക്കൾ. പക്ഷെ അവർ പാപം ചെയ്തിട്ടില്ല, അവർ പാപം ചെയ്യുന്നുമില്ല. അത്ഭുതം തോന്നും ചിലപ്പം, ദൈവം എങ്ങനെയാണ് ഇവരെ പൊതിഞ്ഞു വെക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ഈ വിശുദ്ധിയുടെ ആവരണം ഈ മക്കളുടെ മേൽ പൊതിയപ്പെട്ടതിന് ഒരു കാരണമുണ്ട്. ഒരമ്മ വിശുദ്ധിയിൽ ജീവിക്കാൻ തീരുമാനിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? മക്കളെ ഇങ്ങനെ ശാസിച്ചും വഴക്ക് പറഞ്ഞും തിരുത്തിയും ഹേമിച്ചും പീഡിപ്പിച്ചും ധ്യാനകേന്ദ്രങ്ങളിലേക്ക് വലിച്ചിഴിച്ചും കൗൺസിലിംഗ് റൂമിലേക്ക് തള്ളിയിട്ടും ഒക്കെ നന്നാക്കുന്നതിന് മുമ്പ്
നന്നാവാൻ ഒരു വഴിയുണ്ട്. എന്തെന്നറിയാമോ? നമ്മൾ വിശുദ്ധരാവണം. ഞാൻ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോയത് നിങ്ങൾ മോശമായതുകൊണ്ടാണെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനല്ല. വിശുദ്ധരാവാൻ എന്താ ചെയ്യണ്ടേ? നമ്മൾ വിശുദ്ധരാവണം. അതാണ് ഈശോ പറഞ്ഞത്, പിതാവേ അവർക്ക് വേണ്ടി ഞാൻ എന്നെ വിശുദ്ധീകരിക്കുന്നു. കുടുംബം ഒരു യൂണിറ്റാണ്. ഒരാൾക്ക് വിശുദ്ധി ഇല്ലെങ്കിൽ ആരാണ് വിശുദ്ധിക്ക് കുറവ് കിട്ടുന്ന മറ്റൊരാൾ? അയാൾക്ക് വേണ്ടി തന്നെ വിശുദ്ധീകരിക്കണം. ഓരോ ചെറിയ പാപം, ഏറ്റവും ചെറിയ നിസാര പാപം പോലും കുമ്പസാരിച്ച് അനുദപിച്ച് പാപം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിന് വലിയ പവറുണ്ട്. അതാണ് പറയുന്നത്, ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിച്ചാൽ യജമാനന് ഗ്രഹനായകന് പ്രയോജനകരമായ വിശിഷ്ടമായ പാത്രമാക്കി മാറ്റും. എന്താ ചെയ്യാൻ പാടുന്നറിയാം? ദൈവം ഈ തലമുറയിലെ ആ വിശുദ്ധരായ മക്കളെ എടുത്ത് ദൈവരാജ്യത്തിൻ്റെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കും. ഇതുപോലെ അപ്പനും അമ്മയും നിക്ഷേപിച്ച നിധി നിക്ഷേപങ്ങൾ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലും ഭൂതകാലങ്ങളിലും അവർ വ്യയം ചെയ്തൊരു ജീവിതത്തിൻ്റെ നിധി നിക്ഷേപങ്ങൾ വരും കാലങ്ങളിലെ ദൈവസഭയെ പണിതുയർത്താനുള്ള കെട്ടുറപ്പാക്കി അടിത്തറയാക്കി ദൈവം മാറ്റും. അതുകൊണ്ട് വിശുദ്ധി നിസ്സാര കാര്യമല്ല. ആ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 35 അധ്യായം എടുക്കുക. പ്രഭാഷകന്റെ പുസ്തകം 35 അങ്ങനെ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു അനുഗ്രഹം അവിടെ പറയുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 35 അധ്യായം എടുത്തോ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 17 മുതൽ വായിക്കാം. പ്രഭാഷകൻ 35:17 മുതൽ വായിക്കുക. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. 20 വായിച്ചേ. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ. അപ്പൊ ഒന്നുകൂടെ വായിച്ചേ. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല. ഇനി പ്രഭാഷകൻ 28 എടുത്തേ. പ്രഭാഷകൻ 28:13. പ്രഭാഷകൻ 28:13. അതെന്താണ്? പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. സമാധാനത്തിൽ കഴിഞ്ഞ അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. ഇനി 19 വായിച്ചേ. അപവാദം ഏൽക്കാത്തവരും അതിൻ്റെ കോപത്തിന് ഇരയാകാത്തവരും അതിൻ്റെ മുഖം വഹിക്കാത്തവരും അതിൻ്റെ ചെങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാരാണ്. ഇനി 22 വായിച്ചേ. ദൈവഭക്തന്റെ മേൽ അപവാദത്തിന് അധികാരമില്ല, അവൻ അതിൻ്റെ അഗ്നിയിൽ ദഹിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? മനുഷ്യരെന്ത് പറഞ്ഞാലും ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവനെ അത് ബാധിക്കുന്നില്ല. മനുഷ്യരുടെ ഒരു തിന്മയും, മനുഷ്യന്റെ നാവിൽ നിന്ന് വരുന്ന ഒരു വിഷം ചേർത്ത അമ്പും ദൈവഭക്തനെ ബാധിക്കുന്നില്ല. ഒന്നുകൂടെ വായിച്ചേത്. ദൈവഭക്തന് ആ ദൈവഭക്തന്റെ മേൽ അതിന് അധികാരമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി പ്രഭാഷകന്റെ പുസ്തകം 15 അധ്യായം. പ്രഭാഷകന്റെ പുസ്തകം 15 അധ്യായം. ആ 15 അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ. നമ്മൾ പാപം ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നന്നായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും പറ്റും. എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇങ്ങോട്ട് നോക്കിയേ ഒരു കാര്യം വായിക്കാനും 15 വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പറ്റും. അതെന്തിനാണെന്നറിയോ? എന്താ കാര്യം എന്നറിയോ? ഈ ജഡത്തിലെ ആരാധനയുമുണ്ട്, ആത്മാവിലെ ആരാധനയുണ്ട്. ജഡത്തിലെ ആരാധനയുമുണ്ട്, ആത്മാവിലെ ആരാധനയുണ്ട്. എന്തൊക്കെയാണുള്ളത്? ജഡത്തിലെ ആരാധനയുമുണ്ട്, ആത്മാവിലെ ജഡത്തിലെ ആരാധന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹല്ലേലൂയ പറയുന്നു ഇവിടുന്ന് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ പറയുന്നു. അത് ജഡത്തിലെ ആരാധനയാണ്. അതായത് വെളിയിൽ നിന്ന് ആരും ഇങ്ങനെ തള്ളുന്നു, അപ്പം നമ്മൾ പറയുന്നു. എന്നാൽ നിങ്ങളൊരു വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില ആളുകൾ ഇടയ്ക്ക് അറിയാതൊരു ഹല്ലേലൂയ വരുന്നുണ്ട്. അത് ആത്മാവിലെ ആരാധനയാണ്. അത് അറിയാതെ വരുന്നതാണ്. അത് അവർ പരിസരമൊന്നും നോക്കാതെ. അത് ചില സ്ഥലത്ത് അത് കൂടുതലുണ്ട്, ചില സ്ഥലത്ത് കുറവാണ്. അത് ചില സ്ഥലത്ത് ജഡികരായിരിക്കും കൂടുതൽ, ചില സ്ഥലത്ത് ആത്മീയരായിരിക്കും കൂടുതൽ. ചില അത് ഉള്ള കാര്യം ഉള്ള പോലെ പറയാമല്ലോ. അപ്പോൾ അവരിങ്ങനെ എന്ത് കേട്ടാലും കല്ലുപോലിരിക്കും. ആര്? ജഡികര്. അവർക്ക് ആത്മാവിൽ ഉണർവ് പതുക്കെ വരുത്തുള്ളൂ. എന്നാൽ ചില ആളുകൾ, ആത്മാവുള്ള ആളുകൾക്ക്
ചെറിയൊരു കാര്യം ദൈവസ്വരം കേട്ടാലും അവർ പെട്ടെന്ന് ഉണരും. അപ്പോൾ അവരറിയാതെ ഹല്ലേലൂയ പറയും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നത് ജഡത്തിലെ ആരാധനയാണ്. അതായത് വെളിയിൽ നിന്നൊരു സമ്മർദ്ദം. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കാൻ പറയുന്നു, സ്തുതിക്കുന്നു. അപ്പോൾ നമ്മൾ നല്ല മനസ്സോടെ തന്നെയാണ് സ്തുതിക്കുന്നത്, പക്ഷേ അത് വെളിയിൽ നിന്ന് ഒരാൾ തള്ളുന്നതുകൊണ്ടാണ്. ആത്മാവിലെ ആരാധന എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരു തള്ളിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ബസ്സിനകത്തിരുന്ന് സ്തുതിക്കും, ട്രെയിനകത്തിരുന്ന് സ്തുതിക്കും, എയർപോർട്ടിലിരുന്ന് സ്തുതിക്കും, നടക്കുമ്പോൾ സ്തുതിക്കും, മുറിക്കകത്തിരുന്ന് സ്തുതിക്കും. അത് ഈ ആത്മാവിൻ്റെ ഒരു തള്ളലിൽ ചിലപ്പോൾ നമ്മൾ സ്തുതിക്കും. അത് എല്ലാ ദിവസവും അത് സംഭവിക്കണം. ആത്മാവിൻ്റെ തള്ളൽ. നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടൊക്കെ സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അമ്മച്ചി ആത്മാവിലായി ആരാധിക്കണം. അത് നിങ്ങൾ നിസ്സാര കാര്യമല്ലത്. എന്തെന്നറിയാം, അതിനൊരു കാര്യമുണ്ട്. അതായത് പിശാച് ഭയപ്പെടുന്നത് ആത്മാവിലെ ആരാധനയാണ്. ജഡത്തിലുള്ള ഒരാരാധനയോടും പിശാചിന് യാതൊരു ഭയവുമില്ല. എന്നാൽ ഒരുത്തൻ ആത്മാവിൻ്റെ പ്രേരണയിൽ ആരാധിച്ചു തുടങ്ങിയാൽ, ആത്മാവിൽ ഒരാൾ ആരാധിച്ചു തുടങ്ങിയാൽ സാത്താൻ കിടുങ്ങും. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. അതായത് ആത്മാവിൽ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ചില വാക്കുകളായിരിക്കും വരുന്നത്, ഭാഷാപരമോ അല്ലെ ചില വാക്കുകളൊക്കെ ആയിരിക്കും വരുന്നത്. ഒരർത്ഥം ഉണ്ടാവില്ല, പക്ഷെ അത് ഫുള്ള് സ്പിരിറ്റിലായിരിക്കും. സ്പിരിറ്റിലാണ്. നമ്മൾ പരിസരം നോക്കത്തില്ല, നമ്മൾ ഇങ്ങനെ നടന്ന് ഓടി മറിഞ്ഞ് ഒക്കെ ദൈവത്തെ സ്തുതിക്കും. ആ സമയത്ത് എന്തെന്നറിയാം, പൈശാചിക കോട്ടകൾ ഓരോന്നോരോന്ന് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വീണുകൊണ്ടിരിക്കും. ആത്മാവിലെ ആരാധനയിലേക്ക് ജനം വളരണം. അതാ ഞാനീ പറയുന്നത്, ഒരുപാട് ഈ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ കുറച്ചിട്ട് ആത്മാവിലേക്ക് വരണം. അപ്പോൾ ഈ ആത്മാവിലെ ആരാധന ഒരു മനുഷ്യനിൽ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങണമെങ്കിൽ പാപിക്കത് വരില്ല. അതാ വചനം പറഞ്ഞ പ്രഭാഷകൻ 15:10 എന്ന് വായിച്ചേ. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. വായിച്ചേ. അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. അടുത്ത വാക്യം, ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം, കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. മനസ്സിലായോ? ആ സാധനം വരുന്നത് അകത്ത് കിടക്കുന്ന ഒരു ആത്മീയ ജ്ഞാനത്തിൽ നിന്നാണ്. അത് അകത്തുനിന്ന് വരുന്നതാണ്. അത് കർത്താവ് തള്ളിയാലേ ആ ആത്മാവിലെ ആരാധന വരുത്തുള്ളൂ. ആത്മാവിലെ അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും അറിഞ്ഞുകൂടാ. ആത്മാവിലെ ആരാധന ഈസ് ടോട്ടലി ഡിഫറൻറ്റ്. ആ ആരാധന ഇവിടെ നമ്മൾ കീബോർഡിൻ്റെ സൗണ്ട് തീർന്നാലും കണ്ടിന്യൂ ചെയ്യും. ജഡത്തിലെ ആരാധന കീബോർഡിൻ്റെ സൗണ്ട് തീരുമ്പോൾ തീരും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ഗതികേട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരാധിക്കാൻ കീബോർഡ് വേണമെന്നുള്ളതാണ്. കീബോർഡിൻ്റെ സൗണ്ട് താഴുമ്പോൾ ആരാധന തീർന്നു. അതാരോ തള്ളിയിട്ടുള്ള ആരാധനയാണ്. അതല്ല ആത്മാവിലുള്ള ആരാധന. ആത്മാവിൽ ആരാധന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയും ആവശ്യമില്ല, ആരുടെയും സഹായം ആവശ്യമില്ല. നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ആത്മാവ് അത് എപ്പോഴും വരുന്നത് ഇങ്ങനെ ഒരു മനുഷ്യൻ ആത്മാവിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതൊക്കെയാണ് നമ്മൾ ദൈവമക്കൾ ആഗ്രഹിക്കേണ്ടത്. ആത്മാവിൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ യൂത്ത് റിട്രീറ്റിന് പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടെന്നറിയാമോ? ഒരു കുട്ടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 4.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സ്തുതിച്ചുകൊണ്ടിരുന്നു. 4.5 മണിക്കൂർ. ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് അത് നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞു, മോളെ നീ നിർത്തത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിനെ. എന്നിട്ട് അന്ന് രാത്രി മുഴുവൻ. ഇനി അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഉച്ചയ്ക്ക് ധ്യാനം തീരുന്നത് വരെ ഒരു കസേരയിലിരുന്ന് ഈ കുഞ്ഞിങ്ങനെ സ്തുതിച്ചോണ്ടിരിക്കുകയാണ്. സ്വിച്ചിട്ട് ആരാധിക്കുന്ന ആരാധനയല്ലത്. കീബോർഡ് കൊണ്ട് തള്ളുന്ന ആരാധനയല്ലത്. ആളുകൾ ആരെങ്കിലും ഇങ്ങനെ ഹേമം ചെയ്തിട്ട് സ്തുതിക്കൂ, പറ, തുറക്ക് എന്നൊന്നും പറഞ്ഞിട്ട് തുറക്കുന്ന തുറപ്പല്ലത്. അകത്തുനിന്ന് വരും. അതിനെ ആരാണ് പ്രചോദിപ്പിക്കുന്നത്? ആത്മാവ്. പരിശുദ്ധാത്മാവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. ആത്മാവ് നൽകിയ ഭാഷണവരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അയ്യോ, സ്തോത്രഗീതം പാപിക്ക് എന്തറിയോ? കുമ്പസാരിച്ച് എപ്പോഴും കൃപയിലായിരിക്കണം. കൃപയിലായിരുന്നാൽ ഈ ജഡത്തിലെ പ്രാർത്ഥനയൊക്കെ അങ്ങ് പോകും. പിന്നെ ഇങ്ങനെ ആത്മാവിൽ നിന്ന് പ്രാർത്ഥന വരും. പരിശുദ്ധാത്മാവ്. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയും നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അത് തിന്മ നിറഞ്ഞു കിടക്കുന്ന ഒരു ആത്മാവിൽ ഈ പ്രാർത്ഥന ഒരിക്കലും അത് കുറേ പ്രാർത്ഥനാ പുസ്തകം ചൊല്ലി തീർക്കാം. പാപത്തിൽ കഴിയുന്നവർക്ക് പ്രാർത്ഥനാ പുസ്തകം തിന്നു തീർക്കാം. സംഭവം വരത്തില്ല.
ഈ ആത്മാവിലുള്ള ഒരു സെൻറ്റൻസ് മതി എഴുതി വെച്ച 5000 പ്രാർത്ഥനയെക്കാളും ഗുണം ചെയ്യാൻ. ആത്മാവിലുള്ള ഒരു സെൻറ്റൻസ് മതി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് സ്തോത്രഗീതം വായിച്ചേ. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുകയില്ല. കർത്താവിൽ നിന്ന് അവൻ പ്രചോദനം സ്വീകരിക്കുന്നില്ല. ജ്ഞാനത്തിൻ്റെ ബഹുസ്മരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രഭാഷകൻ 31 എടുത്തേ. 31, 10, 11. പ്രഭാഷകൻ 31, 10, 11. പ്രഭാഷകൻ 31. സിറാഖ് 31. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? പാപം ചെയ്യാൻ കഴിവുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. തിന്മ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. എന്താണ് പ്രതിഫലം? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. അവൻ്റെ ഐശ്വര്യം സ്ഥിരമാണ്. കണ്ടോ? അപ്പോൾ വിശുദ്ധിക്ക് ഞാനിന്ന് പറയാൻ ശ്രമിച്ചത് കുറേ കാര്യങ്ങൾ പറയണമെന്ന് ഓർത്താണ്. ഒന്നും പറയാൻ പറ്റിയില്ല, പക്ഷേ തുടങ്ങാൻ പറ്റിയുള്ളൂ. ഇനി ഒത്തിരി കാര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വിശുദ്ധിക്ക് എന്താണ്? ഒത്തിരി പ്രതിഫലം തരാൻ പറ്റും. വിശുദ്ധി എപ്പോഴും ഓർത്തോണം, വിശുദ്ധി ഇരുമ്പ് വാതിലുകളെ തുറക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യാത്രയ്ക്ക് പോകുമ്പോഴെല്ലാം എന്ത് ചെയ്യണം? കുമ്പസാരിച്ച് കൃപയിൽ യാത്ര ചെയ്യണം. ദൈവകൃപയിൽ പോകണം. എവിടെ പോയാലും ഒരു കാര്യത്തിന് ഇറങ്ങുകയാണ്, കുമ്പസാരിച്ച് കൃപയിൽ യാത്ര ചെയ്യണം. അപ്പോൾ അതിനൊരു പ്രത്യേക ബ്ലെസ്സിങ് ഉണ്ട്. അവിടെ ദൈവദൂതന്മാർ കൂടെ ഉണ്ടാവും, പരിശുദ്ധാത്മാവ് സഹായിക്കും, സ്വർഗം മുഴുവൻ സഹായിക്കും. കാരണം വിശുദ്ധിയുള്ളൊരു ആത്മാവിനെ സാത്താന് ഭയമാണ്, ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരാധന നടത്താൻ പോവുകയാണ്. ശരിക്കും പ്രാർത്ഥിക്കണം, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, പരിസരം മറന്ന് പ്രാർത്ഥിക്കണം. കീബോർഡ് നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന നിൽക്കരുത്. അതൊരു ഗതികേടാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ നിർബന്ധിച്ച് ഹേമിച്ച് പ്രാർത്ഥിക്കൂ, സ്വരമുയർത്തി പ്രാർത്ഥിക്കൂ, അങ്ങനെയല്ല, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കും. ഞാൻ പറയട്ടെ, ഒരു വ്യക്തി സ്വതന്ത്രമായിട്ട് ദൈവത്തെ ആരാധിച്ചാൽ അവിടെ എന്ത് വരുമെന്നറിയാമോ? ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, കർത്താവിൻ്റെ പ്രസൻസ് ഇറങ്ങി വന്നാലേ മാത്രമേ പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂടുന്നത് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനമോ സാമുദായ സംഘടന സമ്മേളനമോ പോലെ ഉള്ളൂ. ഒരാൾ വരുന്നു, എന്തൊക്കെയോ പറയുന്നു, കേൾക്കുന്നു, തിരിച്ചു പോകുന്നു. പ്രസൻസ് ഓഫ് ഗോഡ് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. അങ്ങനെ പ്രസൻസ് ഓഫ് ഗോഡ് വരണമെങ്കിൽ ഒരാൾ വിട്ടുകൊടുക്കണം. വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. സ്തോത്രവും സ്തുതിയും ആരാധനയും ബാഹ്യ സമ്മർദ്ദങ്ങളില്ലാതെ നിർവഹിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഓപ്പറേറ്റ് ചെയ്യും. അത് വ്യത്യാസമാണ്. എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനെന്ന് പറഞ്ഞുകൂടാ. അത് ഭയങ്കര വ്യത്യാസമാണത്. അവിടെ ദൈവം ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് പറയാനൊന്നും പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുമ്പസാരിക്കാൻ സൗകര്യമുണ്ട്. നമുക്ക് ധ്യാന ദിവസങ്ങളിൽ സൗകര്യമുണ്ട്, കുമ്പസാരിക്കണം. നിങ്ങളിവിടെ ദൂരെ നിന്നൊക്കെ വരികയാണെങ്കിൽ അവിടേക്ക് അടുത്തൊക്കെ പോയി അച്ഛന്മാരെ കണ്ടുപിടിച്ച് നന്നായിട്ട് കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിക്കണം.